കേരളത്തെ വിഴുങ്ങാൻ ശ്രമിക്കുന്ന ലഹരി മാഫിയയ്ക്കെതിരെ പ്രഖ്യാപിച്ച നടപടിയാണ് ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട്. സിന്തറ്റിക് ഡ്രഗ്സിന്റെ വ്യാപനവും യുവതലമുറയെ ലക്ഷ്യമിട്ടുള്ള ലഹരി ശൃംഖലകളുടെ വളർച്ചയും വലിയ സാമൂഹിക ഭീഷണിയായി മാറിയ പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നടപടിക്ക് തുടക്കം കുറിക്കുന്നത്. കേരള പോലീസ്, വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് വകുപ്പുകളുടെ സഹകരണത്തോടുകൂടിയാണ് പുതിയ ദൗത്യത്തിന് തുടക്കമിട്ടത്. ലഹരി മാഫിയകൾക്ക് എതിരെ ഉള്ള ഒരു നീക്കം, അവർക്ക് ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകുക, അതേസമയം ജനപങ്കാളിത്തത്തോടെ വലിയ ഒരു സാമൂഹിക പ്രതിരോധം തീർക്കുക, ഇതൊക്കെയായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ 1947. 2000-ലധികം പേർ അറസ്റ്റിലായി. 1229 ഗ്രാം MDMA പിടികൂടി. 123 കിലോഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. അന്തർ സംസ്ഥാന ലഹരി ശൃംഖലകളെ തകർക്കാൻ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് സംയുക്ത നീക്കങ്ങൾ നടത്താൻ ഈ പദ്ധതി വഴി സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നുണ്ട്. ഡിജിറ്റൽ നിരീക്ഷണ സംവിധാനങ്ങൾ, വാട്സപ്പ് ചാറ്റ് ബോട്ടുകൾ, രഹസ്യ വിവരദാതാക്കൾക്ക് സംരക്ഷണം, ഇതെല്ലാം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ലഹരി മാഫിയയെ വളയാനാണ് പോലീസ് ശ്രമിക്കുന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഓപ്പറേഷൻ തൂഫാൻ ലഹരി മാഫിയയുടെ നട്ടെല്ലൊടിക്കുമോ, അതോ അറസ്റ്റ് കണക്കുകൾക്കപ്പുറം കൂടുതൽ സമഗ്രമായ ഒരു സാമൂഹിക ഇടപെടലാണ് കേരളത്തിന് ആവശ്യം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടോ? കേരളം നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹിക വെല്ലുവിളിയായ ലഹരി വ്യാപനത്തിനെതിരായ പോരാട്ടത്തിൽ ഓപ്പറേഷൻ തൂഫാൻ എത്രത്തോളം വിജയിച്ചു? ഇതൊക്കെയാണ് ഇന്ന് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. ഈ കഴിഞ്ഞ ജൂൺ 2-ാം തീയതിയാണ് തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ച് ഇത്തരം ഒരു ദൗത്യത്തിന് വി ഡി സതീശൻ സർക്കാർ തുടക്കം കുറിക്കുന്നത്. കേരള പോലീസ് ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതുകൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് സിന്തറ്റിക് ഡ്രഗ്സിൻ്റെ വ്യാപനം തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതിൽ ഒരു കാര്യം ഈ സർക്കാർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്, രഹസ്യമായ വിവരം നൽകുന്നവരുടെ ഐഡൻറ്റിറ്റി ഒരു കാരണവശാലും വെളിപ്പെടുത്തില്ല. അങ്ങനെ രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ ഉണ്ടാകും, വ്യാപകമായ റെയ്ഡ് ഉണ്ടാകും എന്ന തരത്തിലാണ് പോലീസ് വ്യക്തമാക്കുക. എന്തായാലും ഒരാഴ്ച പിന്നിടുമ്പോൾ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്നലെ മാത്രം 179 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 196 പേർ ഇന്നലെ അറസ്റ്റിലാകുകയും ചെയ്തിട്ടുണ്ട്. സംശയിക്കുന്നവർക്ക് ഒക്കെ നേരെ കർശനമായ പരിശോധന നടക്കുന്നു. ആകെ മൊത്തം സംസ്ഥാനത്ത് വ്യാപകമായ റെയ്ഡുകൾ നടന്നു. അതിൻ്റെ ഭാഗമായി 1229 ഗ്രാം MDMA ആണ് പിടിച്ചെടുത്തിട്ടുള്ളത്. കഞ്ചാവ് ബീഡികൾ 1232 പിടിച്ചെടുത്തിരിക്കുന്നു. കഞ്ചാവ് ആകട്ടെ 123.5 കിലോളം കഞ്ചാവ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നോടൊപ്പം ശ്രീ ശശിധരൻ വയലാർ ചേരുന്നുണ്ട്. ശ്രീ ശശിധരൻ വയലാർ, നമസ്കാരം. നമസ്കാരം. ഒത്തിരി നാളായി. പക്ഷേ ഞാൻ സ്ഥിരം നമ്മൾ വാട്സപ്പ് ഇതിലുണ്ടല്ലോ, യൂട്യൂബിൽ അങ്ങയുടെ കമന്റുകൾ ഞാൻ കാണുന്നുണ്ട്. പങ്കെടുക്കാൻ പറ്റിയില്ല. പുള്ളിക്കാരത്തേക്ക് വയ്യായിരിക്കും. അത് ശരി. അപ്പൊ ഒരു സ്കാനിങ് ഒക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ പോയിരുന്ന കാരണം താമസിച്ചു. ഓക്കെ, സുഖല്ലേ? സുഖമായിരിക്കുന്നു. പിന്നെ ഈ വിഷയത്തെ പറ്റി പറയുമ്പോൾ എനിക്കൊരു സംശയമുണ്ട്. കാരണം ഈ പിടിക്കുന്ന കണക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ നാട്ടിൽ സംസ്കരിക്കാൻ പറ്റാത്ത സ്ഥലം കിട്ടാത്ത രീതിയിലാണ് പിടിച്ചോണ്ടിരിക്കുന്നത്. കിലോ, കിൻഡല്, 100 കിലോ മുതൽ കീഴോട്ട് പിടിച്ചോണ്ടിരിക്കുക ദിവസവും. പോകുന്ന ഈ പിടിക്കുന്ന സാധനങ്ങളൊക്കെ നശിപ്പിക്കുന്നുണ്ടോ? ഒന്നും വ്യക്തമാക്കുന്നില്ലല്ലോ. അത് സ്വാഭാവികമായി നശിപ്പിക്കും. അത് പിന്നെ അത് കോടതിയിൽ തെളിവായി ഹാജരാക്കണം, തൊണ്ടി മുതലാകും, പിന്നീട് അത് നശിപ്പിക്കും. അല്ലാതെ അതിന് വേറെ പ്രത്യേകിച്ച്. അതുപോലെ തന്നെ ഈ ഇഷ്ടംപോലെ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നപ്പോ അർത്ഥങ്ങൾ പറയാ കേൾക്കുന്നു. ആരെയും അങ്ങനെ കാര്യമായിട്ട് ശിക്ഷിക്കുന്ന കണക്കുകളൊന്നും വരുന്നുമില്ല. അതെന്താ അങ്ങനെ? ഇതില് പലപ്പോഴും ചെറിയ അളവിൽ ഈ ലഹരി കയ്യിൽ വെക്കുന്നവർക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടും. അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നിയമം കൂടുതൽ കർശനമാകണം. ഒരു വശത്ത് നിയമം കർശനമാക്കിയില്ലെങ്കിൽ ഇത് വെറും പ്രഹസനമായിട്ട് മാറും. കാരണം ഈ കക്കം തോറും മുടിയും തോറും കക്കം തോറും ഇവന്മാരൊക്കെ പിന്നെയും ഈ രംഗത്തോട്ട് വരും. ഈ എക്സ്ക്യൂസ് കൊടുത്ത് വിട്ട് കഴിയുമ്പോഴത്തേക്കും
അത് കാരണം ഇതിന്റെ ഇടയ്ക്ക് മുഴുവൻ ഈ ചെറുപ്പക്കാർ പയ്യന്മാരാണ്. ഈ ശാശ്വത പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ ഇതിന് ശിക്ഷ കടുത്ത ശിക്ഷയായിരിക്കണം. അതുപോലെ തന്നെ രാഷ്ട്രീയ ഇടപെടലുകൾ, അങ്ങനെ ഇടപെടലുകളൊന്നും പാടില്ല. അത് അങ്ങ് പറഞ്ഞ ആ കാര്യം വളരെ ശരിയാണ്. കാരണം ഒരിക്കൽ പിടിക്കപ്പെട്ട ആളുകൾ തന്നെയാണ് വീണ്ടും വീണ്ടും പിടിക്കപ്പെടുന്നത്. ഇവര് ആദ്യത്തെ കേസിൽ നിരന്തരം ഈ നടപടികൾ ഭയക്കുന്നില്ല, ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി വീണ്ടും ഈ പണിക്ക് തന്നെ ഇറങ്ങിയാണ്. ലാഭമുണ്ടെന്ന് തോന്നുന്നു, ഇതിന് വലിയ തോതിലുള്ള ലാഭമുണ്ട്. അതുപോലെ തന്നെ രാഷ്ട്രീയ ഇടപെടലുകൾ നല്ല ഭംഗിയായിട്ടുണ്ട് ഇതിനകത്ത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അതിനകത്ത് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. ചിലർക്ക് കൂടുതൽ, ഇതിനൊക്കെ കുറവ്. പക്ഷെ ആ ഇടപെടലും നിയന്ത്രിച്ചാൽ മാത്രമേ ഇതിനൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു നടപടി എന്ന് നമുക്ക് സാധാരണ എന്തിനു മനസ്സിലാകുള്ളൂ. കാരണം കുഞ്ഞുങ്ങളുടെ ഭാവിയാണ് ഇതുമൂലം നശിച്ചു പോകുന്നത്. എത്രയോ കുട്ടികളുടെ അവസാനം വരുമ്പോഴത്തേക്ക് ഇവരൊന്നും ഒന്നിനും കൊള്ളാത്ത വസ്തുക്കളായിട്ട് മാറുകയും സമൂഹത്തിലൊരു ബാധ്യതയായിട്ട് മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് പോകും. നിസ്സാര കാര്യമല്ല. ഒരു വിശന്നിട്ട് ഒരു കിലോ കപ്പ മോഷ്ടിക്കുന്ന, ഒരു തേങ്ങ മോഷ്ടിക്കുന്ന പറയുമ്പോഴല്ല, ഇത് കൊടും ചതിയാണ്. ഇത് ശിക്ഷകൾ പരമാവധി കടുപ്പിക്കണം. അതുപോലെ തന്നെ അതൊരു നിയമം തന്നെ ഭേദഗതി ചെയ്യേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇതിന്റെ പോക്ക്. ശരിയല്ലേ? അതെ. അപ്പൊ താങ്കൾക്ക് സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. കുറെ നാളുകൂടി വിളിച്ചത് സന്തോഷം. സുഖമായിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നമ്മുടെ ഉണ്ണികൃഷ്ണൻ ബോത്തമ്പോട് അങ്ങയുടെ സുഹൃത്താണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഉദ്ഘാടനം എന്ന് വെച്ചാൽ ആദ്യമായി കയറി താമസിക്കുന്നത്, അതിലൊക്കെ പങ്കെടുത്തു. അപ്പോൾ ഞങ്ങളാരെയും വിളിച്ചില്ല. വിളിച്ചാ അങ്ങേരുടെ വീടിന്റെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, വിളിച്ചില്ലെങ്കിലും. ഓക്കെ, ഏതായാലും വളരെ സന്തോഷം തോന്നി. കാരണം ഒരു രാത്രി പെട്ടെന്ന് ഒരു മരം വന്ന് വീണാലല്ലോ വീട് തകരുന്നത്. അപ്പോൾ അവിടെ നിന്ന് അവർക്കത് കെട്ടിപ്പടുക്കാൻ കഴിഞ്ഞതിൽ ആ വീട്ടിലെ അവരുടെ ഒരു സന്തോഷം കാണുമ്പോൾ എനിക്കും ഒരു സന്തോഷം തോന്നി. അതെ അതെ അതെ, അതൊരു വലിയ ഒരു കാര്യം തന്നെ. കാരണം ഒരു വീടെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ്. കാരണം അവൻ വിശ്രമിക്കുന്ന ഒരു സങ്കേതം, അത് സുരക്ഷിതമുള്ള ഒരു കാര്യം, അത് പോകുമ്പോഴുള്ള വിഷമം അത് പോകുന്നവർക്കേ മനസ്സിലാവുള്ളൂ. കാരണം ഇപ്പൊ നമ്മുടെ വീട് ജീർണാവസ്ഥ നിൽക്കുകയാണ്. ഇപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമത്തിലാണ്. അങ്ങനെ അതിന്റെ അവസ്ഥ എല്ലാവർക്കും മനസ്സിലാകില്ല. അപ്പൊ ശരിയല്ല, ഓക്കെ, വ്യക്തമാണ്. അപ്പൊ കൃത്യമാണ്. ഓക്കെ, അപ്പൊ എന്നോടൊപ്പം അച്യുതൻ ചേരുന്നു ഒളവണ്ണയിൽ നിന്നാണ്. ശ്രീ അച്യുതൻ, ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകളെ വ്യാപകമായി പിടിക്കുന്നുണ്ട്. പിടിച്ച ആളുകൾക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിറ്റേ അടുത്ത ദിവസം വീണ്ടും പിടിക്കുന്നു. ഇതേ ആളുകൾ തന്നെയാണ് വരുന്നത്. 2000-ഓളം ആളുകൾ അറസ്റ്റിലായി. ഞാനും ഇതേമാതിരി തന്നെ ആലോചിക്കുന്നത്. പിടിക്കണോലില്ല പിടിക്കണത്, പിടിക്കണോൽ തന്നെയാ പിടിക്കണത്. ഓലൊന്നും ശിക്ഷിക്കണില്ല. ഇതിന്റെ ഒരു അളവ് കണക്ക് എടുത്താലോ. കയ്യിൽ കിട്ടിയ ഈ മയക്കുമരുന്നാണെന്നുണ്ട് ചില ഏരിയവസ്ഥയാണെങ്കിൽ ഓനെ നല്ലോണം ശിക്ഷിക്കണം, എന്നാലേ അത് ഇല്ലാതെയാവുള്ളൂ. അല്ലാതെ പിടിക്കണവനെ പിന്നെ ഇട്ടുവിട്ട് ജാമ്യം കൊടുത്തോ പിന്നെയും കച്ചവടം ചെയ്യാണ്. അതിന്റെ നിയമം മെനക്കെട്ടിട്ട് ഒരു കാര്യമില്ല. അതാണ്, ഇത് പോലീസ് പിടിക്കുന്നു, പക്ഷെ ഇതിന്റെ തുടർ നടപടികളിലേക്കുള്ള ഒരു കാര്യം ആണ് വലിയൊരു സംശയമായി വരുന്നത്. ഒന്നുമില്ല, അതിൽ വലിയ രാഷ്ട്രീയക്കാരെ കൈയുണ്ട്, പോലീസുകാരെ കൈ തന്നെയുണ്ട്. പോലീസുകാരെന്നെ ഓലക്ക് സാന്തപ്പെട്ടാലാണെന്ന് വെച്ചാൽ ഓനെ വിട്ടോളൂ. ഇങ്ങനെ അല്ലാതെ പിന്നെ പിടിക്കൂലല്ലോ. പിന്നെ ഓനെ അതിനെ നടക്കല്ല, കച്ചവടത്തിന് തന്നെ നടക്കല്ലേ. പിടിക്കണോൽ തന്നെ ഓൻ 3 പ്രാവശ്യം പിടിച്ചോണ്ടല്ലോ, 4 പ്രാവശ്യം പിടിച്ചോണ്ടല്ലോ. അപ്പം പിടിക്കണോനെ ഇട്ടുണ്ടോ. അപ്പൊ ഓൽക്ക് നല്ല സന്തോഷം, പിടിച്ചാൽ ഇത്രയല്ലേ ഉള്ളൂ എന്ന് വരും. അതാണ്. അപ്പൊ അത് കുറെ കൂടി ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ, ഈ ചെറിയ തോതിലുള്ള ലഹരിയാണെങ്കിൽ കൂടിയും ഇത് ഉപയോഗിക്കുന്നവരാണോ ഇത് വിൽക്കുന്നവരാണോ എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ അവരെ കുറെ കാലം അങ്ങനെ പുറത്തേക്ക് വിടാതിരിക്കാൻ ഉള്ള ശ്രമം. ഇപ്പൊ കാപ്പയൊക്കെ ചുമത്തും എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ശരിക്കും കാപ്പ ചുമത്തേണ്ടി ഇതിനാണ്. ഇത് എന്ന് പറഞ്ഞാൽ നാട്ടിലെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കണോലാണ് ഇവൽക്കാണ് കാപ്പ ചുമത്തേണ്ടിയത്. യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം ശ്രീ അച്യുതൻ. ഓക്കെ, അപ്പൊ ഏതായാലും 84 പോലീസ് ഡിവിഷനുകളായി 16 അംഗങ്ങളുള്ള ടീമുകളാണ് രൂപീകരിച്ചിരിക്കുന്നത്. ഇവർ രാത്രിയും പകലുമായി ലഹരി മരുന്നുകളുടെ ഉറവിടം കണ്ടെത്താനുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സമൂഹത്തിന്റെ വിവിധ തുറകളിൽ ഓപ്പറേഷന് പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നൊക്കെ സർക്കാർ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും എന്നോടൊപ്പം രാധാകൃഷ്ണൻ വൈറ്റിലയിൽ നിന്ന് ചേരുന്നുണ്ട്. ശ്രീ രാധാകൃഷ്ണൻ, ഈ കൊച്ചിയൊക്കെ ഇതിന്റെ ഒരു വലിയ പ്രധാന കേന്ദ്രമാണല്ലേ ഈ മയക്കുമരുന്നിന്റെ? നമസ്കാരം. നമസ്കാരം. അതെ അതെ, ഞാൻ ഇതിനെതിരെ നിരന്തരം പോരാടുന്ന ഒരാളാ. എക്സൈസിനും ഇതൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ടും ഞാൻ ഇത് ചെയ്യണതാ. പക്ഷെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ വിഷയം എന്തറിയോ, ഇത് ഉദ്യോഗസ്ഥന്മാര് കഴിഞ്ഞ 10 വർഷം നമുക്കറിയാം ഇവിടെ അച്ഛനും അമ്മമാരും അധ്യാപകർക്കും വരും പേടിയായിരുന്നു. കാരണം ഇതിങ്ങനെ ഒഴുകണേയിരുന്നു. അത് എന്താ കാരണം എന്ന് വെച്ചാല് ഒരു സൈഡില്
നമ്മള് ലഹരിക്ക് ദീപം തെളിയിക്കണമെന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും മറു സൈഡില് ഒരു മന്ത്രി മറു സൈഡിൽ തന്നെ ആ മന്ത്രി പറയണ മദ്യലഭ്യത ഉറപ്പുവരുത്തുന്നത്. അങ്ങനെ അതായത് മദ്യം ഇല്ലാത്തടത്തൊക്കെ മദ്യം ഇറക്കും എന്നുള്ള രീതിയിലാണ്. അപ്പൊ അങ്ങനെയായിരുന്നു പോക്ക് 10 വർഷം. പക്ഷെ ഇപ്പൊ ഒരു തുഫാൻ എന്നും കൊണ്ട് രമേശ് ചെന്നിത്തല കൊണ്ടുവന്നിരിക്കണ അത് എല്ലാവർക്കും ഒരു ഇതുണ്ട്. കാരണം നടപടികൾ കാര്യങ്ങൾ ഉണ്ടാവുന്ന ഒരു പേടിയുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നടപടി അത് തന്നെ ഇതിന് ശിക്ഷ കൂട്ടണം. കാരണം നമ്മുടെ ഈ നിരോധിച്ച പാൻ മസാല എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദിക്കാര് ചെറിയ ചെറിയ മൂലയിൽ എല്ലാ മെയിൻ സ്ഥലങ്ങളിലും വിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് വിൽക്കുമ്പോ അവരവിടെ മയക്കുമരുന്നും കൂടിയാ വിൽക്കണത്. ഇത് ഫോട്ടോ സഹിതം ഞാൻ എടുത്തു കൊടുത്താണ് ഡെപ്യൂട്ടി കമ്മീഷണർ അടക്കം. കാരണം ഇത് എവിടുന്നാണ് ഇതിന്റെ ദൃശ്യങ്ങൾ കിട്ടിയത്? ഏത് സ്ഥലത്തുനിന്നാ? ഞാൻ വൈറ്റിലെന്ന് തന്നെ. വൈറ്റിലയിൽ തന്നെ ഇത് അവൈലബിൾ ആണ്. ഈ അവിടുന്ന് ഞാൻ വീഡിയോ എടുത്ത് ഇട്ട് കൊടുത്തതാണ്. അതുപോലെ ഞാൻ ആലുവ മണപ്പുറത്ത് ഇതില്ലേ പില്ലർ കെട്ടിയേക്കണ അവിടെ ഇതുപോലെ ചെറുപ്പക്കാര് 10-17 വയസ്സ് ആയിട്ടില്ല ആണുങ്ങളും പെണ്ണുങ്ങളും എടുക്കുന്നത് ഞാൻ വീഡിയോ പിടിച്ച് ഞാനത് ഇതുപോലെ എക്സൈസിന്റെ ഡെപ്യൂട്ടി കമ്മീഷണർക്ക് അയച്ചു വീഡിയോ. എന്നിട്ട് അവരവിടെ പിടിക്കും ഇവരെ അകത്താക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷെ ഇവര് ചെല്ലുമ്പോ ഇവരെയൊക്കെ എല്ലാവർക്കും അറിയാം. അവിടെ തന്നെ ഇവരുടെ ആൾക്കാരുണ്ട്. ഒരാൾ തന്നെ കണ്ടാ അറിയാം. അപ്പൊ തന്നെ വിളിച്ചു പറയും. വിളിച്ചു പറഞ്ഞ് സംഗതി അപ്പൊ തന്നെ പോകും. പക്ഷെ പോലീസിൽ തന്നെ എക്സൈസിൽ തന്നെ ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പല ആളുകളും. പക്ഷെ അവരെയൊക്കെ മാറ്റിയിട്ട് നല്ല ഉദ്യോഗസ്ഥന്മാരായി ഇതിനകത്ത് വന്നെങ്കിൽ മാത്രമേ രക്ഷയില്ല. അവരറിഞ്ഞ അവര് പൊളിക്കും. കാരണം നമ്മൾ വിളിച്ചു പറഞ്ഞാൽ ഇന്ന ആളാണ് വിളിച്ചു പറഞ്ഞേക്കണെന്ന് ഈ പ്രതിയോട് തന്നെ പറയും. എന്നിട്ട് ഈ പ്രതിനെ കൊണ്ടുവന്ന് അവിടെ ഇറക്കി വിടും. അവൻ നേരെ വന്നിട്ട് ഇപ്പൊ നമ്മളൊരു കടയിൽ നടത്തണ എന്തെങ്കിലും നടത്തണ അത് തല്ലിപ്പൊളിക്കും വന്ന്. അതാണ് അവസ്ഥ. അത് ഞാനിവിടെ ADM ഒരു മീറ്റിംഗിൽ ഞാൻ പറഞ്ഞതാണ്. ADM അധ്യക്ഷയായിട്ടുള്ള ഒരു മീറ്റിംഗിൽ എക്സൈസിന്റെ പോലീസിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ അവരോട് ഞാൻ വിവരം പറഞ്ഞ ഇവരെ അതായത് നമ്മൾ സാധാരണ ഒരുത്തന്നെ സംശയമായിട്ട് പിടിച്ചുകൊണ്ട് പോയാൽ അവിടെ സ്റ്റേഷനിൽ എത്തി വീട്ടുകാരെ അറിയിച്ച് ജാമ്യത്തിലേക്ക് വിടുകയുള്ളൂ. ഇല്ലെങ്കിൽ വീട്ടുകാരെ അറിയിച്ച് എന്തെങ്കിലും ചെയ്തേ വിടുള്ളൂ. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുപോയാൽ ഇവർ വഴിയിൽ നിന്ന് തന്നെ ഇറക്കി വിടും. എന്നിട്ട് ആളെയും പറഞ്ഞു കൊടുക്കും. അവിടെ കുറച്ചു നേരം ഇരുത്താനുള്ള ഒരു ഇതെങ്കിലും ചെയ്യാൻ പറഞ്ഞു. അതുപോലും ചെയ്യണില്ല. ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാരെ അവിടെ ഇരിക്കണത്. അപ്പൊ ഇവിടെ ഈ മദ്യവും മയക്കുമരുന്നും ഇങ്ങനെ ഒഴുക്കണം. അതായത് കഴിഞ്ഞ സർക്കാർ മരുന്ന് കട പോലെയാണ് മദ്യം ഇവിടെ ഇത് ചെയ്യുന്നത്. ഷോപ്പുകൾ തുറന്നു കൊടുത്തേക്കണം. അത് നമുക്ക് റോട്ടിൽ കൂടി പോലും പോകാൻ പറ്റില്ല. കാരണം അത്രയും തിരക്കുള്ള റോഡിന്റെ അവിടെ തന്നെയാണ് ഈ മദ്യ ഇത് കൊടുത്തേക്കണത്. പലയിടത്തും ഇവിടെ ഭയങ്കര ഇപ്പൊ പുതിയാവിലൊക്കെ നമ്മൾ പാസ് ചെയ്യുമ്പോൾ അറിയാം. വൈക്കം റൂട്ടില് തൃപ്പൂണിത്തുറയിൽ നിന്ന് പുതിയാവ് വരുമ്പോ തന്നെ ഈ ഇടുങ്ങിയ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ സ്പീഡിൽ പോണ സ്ഥലത്താ കൊണ്ടുവന്ന് കൊടുത്തേക്കണത്. അവിടെയൊക്കെ എന്തോരം അപകടങ്ങളാണ് ഇത് ചെയ്യണം. അപ്പൊ ഇത്തരം സ്ഥലങ്ങളൊക്കെ നോക്കാതെ എനിക്ക് കൊടുത്തേക്കണം. അത് ഈ കെട്ടിട ഉടമക്ക് നല്ലൊരു വാടക കിട്ടും. അത് ഇവർക്കും ഓഫർ ഉണ്ട്. ഇതൊക്കെ കാണിച്ചിട്ടാണ് ഈ മദ്യ ഷാപ്പിന് അങ്ങനെ ഇതുണ്ടല്ലോ വലിയ ഓഫറിലാണ് വാടക. അപ്പൊ ഇതെല്ലാം കണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യണം. കാരണം ഓരോരുത്തരെ പിടിപാട് പോലെയാണ് അവിടെ കൊണ്ടുവന്നത്. അത് ഞങ്ങള് സമരം ചെയ്തു വരെയും പൂട്ടിച്ചിട്ടുണ്ട്. MG റോഡില് ഞങ്ങള് റിലേ സത്യകാരം ചെയ്ത് 10-20 ദിവസം ചെയ്തിട്ട് ഞങ്ങളത് പൂട്ടിച്ച്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിനു വേണ്ടി ഉദ്യോഗസ്ഥന്മാരൊന്നും നമ്മളെ ആരും സപ്പോർട്ട് ചെയ്യണില്ല. കാരണം അധ്യാപകർ വരുമ്പോ പിള്ളേരോട് മിണ്ടാൻ പേടിയാണെന്ന്. കാരണം അവര് ഈ മയക്കുമരുന്ന് വെച്ച് വയലന്റ് ആവുമ്പോ എന്താ ചെയ്യണമെന്ന് അറിയാൻ പറ്റൂല. അത് കാരണം പഴയ പോലെയൊന്നും അല്ല. ഇപ്പൊ അവർക്കും വളരെ ഇതാണ്. പക്ഷെ ഇതൊരു ശക്തമായ നടപടിയും അതുപോലെ ശിക്ഷയും. പാലിന് അവരെ പിടിച്ച 200 രൂപ ഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അവര് പറയണ 200 രൂപ എന്ന് വെച്ചാൽ ഇവര് വേഗം കൊടുത്തു കൊടുക്കും. 25,000 രൂപ കച്ചവടം തന്നെയാണ്. അപ്പൊ 200 രൂപ കൊടുക്കണേൽ ഇവർക്ക് എന്താ കുഴപ്പം? ഇവരപ്പം തന്നെ എടുത്തു കൊടുക്കും. പക്ഷെ അതൊന്നുമല്ല. ആ നിരോധിച്ച സാധനങ്ങൾ ആര് വിറ്റാലും നടപടി എടുക്കണം. അത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്ക് നടപടി എടുക്കണം. ശരി, വ്യക്തമാണ്. അപ്പൊ അത് കൃത്യമാണ്. അപ്പൊ ഇത്തരം ജനങ്ങളുടെ കൂടി ഒരു പങ്കാളിത്തം വരുമ്പോഴാണ് ഇതിന് ഒരു കുറെ കൂടെ ശക്തി ലഭിക്കുക. അതിൽ ആളുകൾ കൂടി ഇതിനെതിരെ രംഗത്ത് വരുമ്പോഴാണ് ശരി. ഇലിയാസ് കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട് എറണാകുളത്ത് നിന്ന്. ഇലിയാസ് ഓക്കെ. ഇലിയാസിന്റെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റി. ശ്രീ ഗോപകുമാർ എന്നോടൊപ്പം ചേരുന്നു പാലക്കാട് നിന്നാണ്. ശ്രീ ഗോപകുമാർ, ഈ ചെർപ്പളശ്ശേരിക്കാരനാണല്ലോ അങ്ങ്, അവിടെയൊന്നും പക്ഷെ ഇത് വ്യാപകമല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നല്ലേ? നമസ്കാരം. ഇവിടെ രാധാകൃഷ്ണൻ വൈറ്റില പറഞ്ഞ ആള് നേരത്തെ വിളിച്ച ആൾക്ക് ഞാൻ ബിഗ് സല്യൂട്ട് കൊടുക്കാൻ വിചാരിക്കുകയാണ്. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പര് പറഞ്ഞത് രാധാകൃഷ്ണൻ വൈറ്റില എന്ന് പറഞ്ഞ ആള് പറഞ്ഞതിൽ 99% ശരിയാണ്. ഈ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ
സോറി ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെ ഇതേമാതിരി പോലീസിലും ഇതേമാതിരി തന്നെ ചാരായം പിടിക്കുന്ന എക്സൈസ് വകുപ്പില്, പോലീസില്, എല്ലാത്തിലും ഇവർക്ക് പിടിപാടുണ്ട്. ഇവർ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇന്ന സ്ഥലത്ത് ഇന്നമാതിരി നടക്കുന്നുണ്ട്, ഇതേമാതിരി നിങ്ങളൊന്ന് ഇവിടെ വന്ന് വെറുതെ ഒന്ന് റോഡ് ചുറ്റി പോയാൽ മതി, കുറെ മാറ്റം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾ ആരാണ്. അപ്പൊ ഞാൻ ഇവിടുത്തെ ഒരു അങ്ങനെ അഭിജയകാംക്ഷയാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പോലീസ് ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണ്ടേ. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കൃത്യമായിട്ട് അവർ വന്ന് സപ്പോസ് പിടിച്ചാൽ കൂടിയിട്ട് അവരെ ഈ പറഞ്ഞമാതിരി പാതി വഴിക്ക് ഇറക്കി കൂടും, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക പോലില്ല. പാതി വഴി നമ്മൾ വിചാരിക്കും പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം ഉണ്ടാവില്ല. ആരാണ് എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ അതിലത്തെ ആരെങ്കിലും ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു കൊടുക്കും, ഇന്ന ആളാണ് ഇതേമാതിരി നമുക്ക് തന്നത്, അതുകൊണ്ട് ശ്രദ്ധിച്ചോട്ടോ, അങ്ങനെ വേണ്ട. അവര് പാതി വഴിക്ക് ഇറക്കി വിടും. പോണ വഴിയിൽ പാതി വഴിയിൽ നിന്ന് 5000, 2000, 3000 വാങ്ങിയിട്ട്, അല്ലെങ്കിൽ 500, അവസാനം ഒന്നുമില്ല സാറേ പറഞ്ഞു കഴിഞ്ഞാൽ 500 വാങ്ങിയിട്ടാണെച്ചാൽ ഇവര് പോലീസുകാരനെ ഇറക്കി വിടും, എക്സൈസുകാരനെ ഇറക്കി വിടും. ഇത് എന്റെ വീടിന്റെ നമ്മളെ ഈ ഭാഗത്തുണ്ടായ ഒരു അനുഭവമാണ്. അതായത് നമ്മളിവിടെ അടുത്ത് 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാലാണ് ഈ ബ്രാൻഡി ചാരായം പറഞ്ഞ സാധനം കിട്ടും. ചാരായം അല്ല, സോറി, ബ്രാൻഡി റമ്മ് എന്നുള്ള സാധനങ്ങൾ വിദേശ മദ്യം കിട്ടുള്ളൂ. അപ്പൊ അവര് വന്നിട്ട് പണിക്ക് പോണ ആൾക്കാർ ഒരാളെ ഏൽപ്പിക്കും, എനിക്ക് ഇന്ന് 2 എണ്ണം വേണട്ടോ, 1 വേണട്ടോ, 3 എണ്ണം വേണട്ടോ, 4 കോട്ടോ, അല്ലെങ്കിൽ ഒരു ആപ്പ്, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങിക്കൊടുന്ന് വിൽക്കണ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അത് അവർ വാങ്ങിക്കൊടുന്നു കഴിഞ്ഞാൽ അവർ കഴിക്കും, വീട്ടിൽ പോകാനും പ്രത്യേക ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ധാരാളം ഇതേമാതിരിയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. അത് കഴിഞ്ഞിപ്പോ നോക്കി നോക്കുമ്പോൾ ഹിന്ദിക്കാര്, ബംഗാളികൾ, ഇപ്പൊ ബംഗാളികൾ കമ്മിയാണ് ഇവിടെ. ബംഗാളികൾ വന്ന സമയത്ത്, ധാരാളമുള്ള സമയത്ത് ഞങ്ങൾ ബംഗാളികളൊക്കെ വന്നിട്ട് അവരെ കൊണ്ട് ഭയങ്കര ശല്യമായിരുന്നു. അവർ കുടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരായിട്ടുള്ള നമ്മളെ ആൾക്കാരൊന്നും കുഴപ്പമുണ്ടാവില്ല, പക്ഷെ ബംഗാളികൾ കുടിച്ചു കഴിഞ്ഞാൽ അവർ എന്താ ചെയ്യാന്ന് അവർക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ കക്കാൻ പോവുക, അങ്ങനെയൊക്കെ വന്നപ്പോ ഞങ്ങളിത് വിളിച്ചു പറഞ്ഞപ്പോ അത് കൃത്യമായിട്ട് അവര് അവിടെ സ്റ്റേഷനിലേക്ക് കൂടി കൊണ്ടുപോയില്ല, ബംഗാളികളെ പോലും ഇറക്കി വിട്ടു അവര് കാശ് വാങ്ങിയിട്ട്. അപ്പൊ അങ്ങനെ ധാരാളം കേസുകൾ. ഇതൊക്കെ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ഡബിൾ തൂഫാൻ വന്നാൽ കൂടി ഇതിനെ നിർത്തലാക്കാൻ കേരള ഗവൺമെന്റ് ചെന്നിത്തലല്ല, വി.ഡി. സതീശനല്ല, ആരും വിചാരിച്ചാലും നടക്കില്ല. അങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഈ നേരത്തെ പറഞ്ഞ മാതിരി വ്യക്തമാണ്. ശരി, ഓക്കെ, കൃത്യമാണ്. അപ്പൊ നടപടി ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, സുനിൽ എന്നോടൊപ്പം ചേരുന്നു നെടുമങ്ങാട് നിന്ന്. സാറേ, ഞാൻ നെടുമങ്ങാട് നിന്നാണ്. എനിക്ക് ഒരു അഭിപ്രായം, ഒരു നിർദ്ദേശം. നമ്മളിപ്പം ഞാൻ ഒരു സ്ഥാപനമായിട്ടിരിക്കുന്നതാണ്. നമ്മള് റോഡിൽ കൂടെ നടക്കുമ്പോൾ തന്നെ ഈ പുകയില ഉൽപ്പന്നങ്ങളുടെ കവറുകൾ ധാരാളമായിട്ട്, എന്ന് പറഞ്ഞാൽ പഴയതല്ല, പുതിയതാണ്, ധാരാളമായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു അഭിപ്രായം പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സാറേ, ഈ പഴയ കാലത്ത് നേരത്തെ വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നല്ല ഈ പബ്ലിക് ടെലിഫോൺ ബൂത്ത് സ്ഥാപിച്ചിരുന്നെങ്കിൽ സാധാരണക്കാർക്ക് ഇത് പേടിച്ചിട്ടാണ് ആരും ഇത് ഇൻഫോം ചെയ്യാത്തത്. ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ വളരെ ഇതിന്റെ ഒരു 100 ഇരട്ടി ഇതേപോലെയുള്ള ക്രിമിനലുകളുടെ നമ്പർ കിട്ടാത്ത തരത്തിൽ നിന്ന് അവർക്ക് സന്ദേശം അയക്കാൻ കഴിഞ്ഞാൽ ആളുകൾ പോലീസിന് വിവരം കൊടുക്കാൻ കഴിയുമെന്നാണ് താങ്കൾ പറയുന്നത്. അല്ലെങ്കിൽ ആളുകൾ അവരുടെ ഐഡന്റിറ്റി പോലീസ് ഷെയർ ചെയ്യോ, അത് സുരക്ഷയുണ്ടാവോ തങ്ങൾക്ക് എന്നുള്ള ഭയമാണ്. നമുക്കത് ഒരു കാരണവശാലും അത് നമുക്കത് ഉറപ്പിക്കാൻ പറ്റൂല. കാര്യം വളരെ സാധാരണക്കാരാണ്. അത് ശരിയാണ്. അപ്പൊ ഈ ഒരു പബ്ലിക് ബൂത്ത് ഇപ്പൊ ഒരു 10 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 20 കിലോമീറ്റർ ചുറ്റളവിൽ വച്ചാൽ പോലും ഇത് നമുക്ക് കറക്റ്റായിട്ട് അതാ സമയത്ത് നമുക്ക് ഇൻഫോം ചെയ്യാൻ പറ്റും. ഇതിനൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ ഒരു നമ്പർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം വേണമല്ലോ. വേണം. അല്ലാതെ നമ്മൾ ഈ ഇങ്ങനെ ഈ സ്കൂളിലോ അല്ലാതെ ഈ ക്ലബുകളോ അത് ഇതൊന്നും നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു എത്രയെങ്കിലും ആൾക്കാർക്ക് അറിയാം, ഇന്ന ഇത് സാധനം ഇവിടെ ഉണ്ട്, ഇന്ന ആൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ വിളിച്ച് പറയാനുള്ള ഭയം കൊണ്ടാണ് പറയാത്തത്, തുടരുന്നത്. ഓക്കെ, യെസ്, അതാണ് ഒരു വലിയ പ്രശ്നം. ഇപ്പോൾ വിവരങ്ങൾ നൽകാൻ ആളുകൾ തയ്യാറാണ്, പക്ഷെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ അവരുടെ സുരക്ഷ കൂടി ഉറപ്പാക്കണം എന്നതാണ് അതിലെ പ്രധാന കാര്യം. യെസ്, വ്യക്തമാണ്. അപ്പോൾ എന്നോടൊപ്പം ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോട് ചേരുന്നുണ്ട്. അപ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണൻ പോത്തങ്കോടിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞോ? പുതിയ വീട്ടിലേക്ക് വന്നതിൻ്റെയൊക്കെ ഇപ്പോഴും ആൾക്കാർ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. സത്യം, അതെ, ആളുകൾ എപ്പോഴും വീട് കാണാനൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അവര് പുറത്തിരിക്കുകയാണ്. അത് ശരി. ഇപ്പൊ വരാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഇപ്പൊ വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ താങ്കൾ മാത്രമേ ഉള്ളൂ വന്നിട്ട് ഇപ്പൊ ഇങ്ങനെ ഒന്നും കഴിക്കാതെയൊക്കെ പോയ ഇവിടെ ഏക വ്യക്തി താങ്കളാണ്. കഴിക്കാതെ പോയല്ലേ, ഞാൻ ചായ കുടിച്ചു, ഇത് കഴിച്ചു. അങ്ങ് ആവശ്യപ്പെടുന്നത് ബിരിയാണിയൊക്കെ കഴിക്കാനാണ് 10 മണിക്ക്. പിന്നെ ചിക്കൻ വേണം, മട്ടൻ വേണം, പിന്നെ ബിരിയാണി വേണം എന്നൊക്കെ ഇരുന്ന് കാണിച്ച് പിന്നെ നമ്മളത് പിന്നെ എല്ലാം നിങ്ങൾ പറഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിരുന്നല്ലേ. ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നല്ലേ. എന്നിട്ട്
നിങ്ങൾ ഇവിടെ വന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത്രയും ദൂരം പറഞ്ഞാൽ വല്ല ആവശ്യം ഉണ്ടായിരുന്നു. നിങ്ങളെ സമയവും പോയി, എണ്ണയും തീർന്ന്. ഞാൻ ആ സന്തോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണല്ലോ എനിക്ക് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങളെയൊക്കെ കാണുക, അവിടുത്തെ ആളുകളെ കാണുക, കുടുംബാംഗങ്ങളെ കാണുക. മാത്രമല്ല ആ ഒരു 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 വിദിതമായ ഒരു രാത്രിയിൽ നിന്നാണല്ലോ പുതിയൊരു വീട്ടിലേക്ക് ഇപ്പോൾ മാറുന്നത്. അപ്പോൾ ആ മരം വീണ ആ ഒരു നടുക്കമൊക്കെ മാറി ഇപ്പം നല്ല സന്തോഷമായിട്ട് നിങ്ങളെ കാണുക, അതാണ് അതിൽ പ്രധാനം. ചിക്കനും മട്ടനും ഒക്കെ ഞാൻ തമാശയ്ക്ക് പറയുന്നില്ല. ഒന്നാമത് അങ്ങേക്ക് അറിയാലോ, എനിക്ക് അങ്ങനെ ഭക്ഷണത്തിൽ വലിയ നിയന്ത്രണം ആവശ്യമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കൂട്ടുകാരന് പനി ആയതുകൊണ്ട് വിളിച്ചിട്ട് വരാൻ പറ്റിയില്ലെന്ന് എൻ്റെ അടുത്ത് ഇപ്പോൾ പരാതി പറഞ്ഞു. ഞാൻ പറഞ്ഞ കൂട്ടുകാരനല്ലേ, ഞാൻ ഇപ്പൊ വിളിച്ചപ്പോ എന്റെ പറഞ്ഞ്, അയ്യോ ഉണ്ണികൃഷ്ണൻ ചേട്ടാ, എനിക്ക് സാറിനെ വിളിച്ചതാണ്, പക്ഷെ എനിക്ക് വരാൻ പറ്റിയില്ല, എനിക്ക് അന്ന് പനിയായി പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഓണത്തിന് ഞാൻ നിങ്ങളെ സ്പെഷ്യലായിട്ട് ഒന്നുകൂടെ വിളിക്കുമ്പോൾ നിങ്ങൾ ദേശത്തേക്ക് പോകാതെ പറഞ്ഞു. അത് മൂപ്പർക്ക് പനി പിടിച്ചു പോയില്ലേ? ഞാൻ പക്ഷെ ചോദിച്ചപ്പോ പനി എനിക്ക് അറിയില്ല കേട്ടോ. പനിയെന്ന് പറഞ്ഞു, ഇപ്പോഴും സൗണ്ട് ഒന്നും ശരിയല്ല. അപ്പൊ ഞാനൊന്ന് ഈ എന്റെ വിശ്വരൊന്നും എനിക്ക് അയക്കാൻ പറ്റില്ല. എന്റെ വീടിന്റെ ഒന്ന് കാണിക്കണം, പക്ഷെ അത് പിന്നെ ഒരിക്കലും അയച്ചു തരാം കേട്ടാ. എന്റെ TV ഞാൻ ഇപ്പൊ കണക്ട് എല്ലാം കൊടുത്ത് ശരിയായത് ഇപ്പൊ കുറച്ചു നേരത്തെയാണ്. അതുകൊണ്ടാണ് ഇന്ന് വിളിക്കാൻ തന്നെ ഉണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സംഭവം ഇന്ന് 11 മണിക്ക് എനിക്കുണ്ടായി. അതെ ഉണ്ടായി, തീർച്ചയായിട്ടും ഉണ്ടായി. ഞാൻ ഇവിടുന്ന് പോത്തങ്കോട്ട് മാർക്കറ്റിൽ മീൻ വാങ്ങിക്കാനായിട്ട് പോകുന്ന സമയത്തുണ്ട് ആ തൊട്ടടുത്തുള്ള ചായക്കടയുടെ മുകളിലത്തെ നിലയില് അവിടെ പോലീസ് ജീപ്പ് കിടക്കണ്, ആളും കൂടിയിരിക്കണ്. ചെന്ന് നോക്കിയപ്പോൾ 3 ചാക്ക് പുകയിലെ ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് ചെന്ന് ജീപ്പ് കയറ്റാണ്. ജീപ്പിന്റെ ബാക്കിൽ 2 ബംഗാളികളെ എടുത്ത് കയറ്റണം. ഞാൻ മൊബൈൽ എടുത്ത് വെറുതെ എങ്കിലും ഒന്ന് ഓൺ ചെയ്ത് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കാനും SI ഓടി വന്നിട്ട് പറഞ്ഞ്, എടുക്കരുത്, നിർത്ത്, നിങ്ങൾക്ക് എന്തോ നീ കാണിക്കണേ, ഒന്നും അതിനു വേണ്ടിയിട്ടുള്ള ഒന്നുമില്ല, നിങ്ങൾ ചുമ്മാ ആവശ്യമില്ല പ്രശ്നം ഉണ്ടാക്കി അവിടെ ഇവിടെ പ്രശ്നം ഉണ്ടാക്കരുത് എന്നുകൊണ്ട് എന്റെ മൊബൈലൊക്കെ മാറ്റിട്ട് ഞാൻ എടുത്ത ഫോട്ടോകളെല്ലാം അങ്ങനെ ഡിലീറ്റ് ചെയ്ത് ദൂരെ കളഞ്ഞു. പിന്നെ ഒന്നുമില്ലെങ്കിൽ ഞാൻ ചോദിച്ചു, സാറേ ഒന്നുമില്ലെങ്കിൽ പിന്നെ അങ്ങനെ ഈ 3 ചാക്ക് സാധനം എന്തോന്ന് അവരെ തുണിയാന്ന് ചോദിച്ചു. അവരെ തുണിയാണോ നിങ്ങൾ വാരി വെച്ചേക്കണെന്ന് ചോദിച്ചുകൊണ്ട് അവിടെ നിന്ന് ആൾക്കാരെല്ലാം പറഞ്ഞു, ഇത് അങ്ങോട്ടുണ്ടോ കോംപ്രമൈസ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കാനും പറയാൻ ആൾക്കാരുണ്ട്, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇത് വ്യാപകമായി കോംപ്രമൈസ് നടക്കുന്നുണ്ടല്ലേ പലയിടത്തും. അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ സമ്മതിക്കാത്തത്. ഞാനല്ല പറഞ്ഞത്, അവിടെ നിന്ന് നാട്ടുകാർ മുഴുവൻ പറഞ്ഞ് ഇതിപ്പോ ഇവിടുന്ന് സ്റ്റേഷനിൽ എത്തുന്നതിനകത്ത് അവന്മാരുടെ കയ്യിലുള്ളത് മുഴുവനും ഗൂഗിൾ പേ വഴി ആക്കിയിട്ട് അവർ ഉപയോഗിക്കാൻ പറ്റുന്ന 5 പാക്കറ്റ് പിടിച്ചോന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ ഇത് കോംപ്രമൈസ് ബാക്കി കത്തിച്ച് കളയുന്ന പരിപാടി ആയിരിക്കും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പിന്നെ 3 ചാക്ക് സാധനം കയറിയിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരുടെ പറയാണ് ഒന്നുമില്ല എന്ന്. ബാക്കിൽ 3 ചാക്ക് ഇരിക്കുന്നത് എല്ലാരും ഫോട്ടോ എടുത്ത്. ഏതായാലും അത് ഞാൻ അങ്ങിത് തുറന്നു പറയുന്നത് പോലീസ് കേൾക്കുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ കഴക്കൂട്ടം ACP ഒക്കെ ഇതൊന്നും ശ്രദ്ധിക്കേണ്ടതാണ്. ഓപ്പറേഷൻ തൂഫാൻ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുകയും പലതും കോംപ്രമൈസ് ആവുകയും ചെയ്യുന്നു എന്നാണ് ആളുകൾ പറയുന്നത്. മരിച്ചുപോയ വിജയന്റെ ചായക്കടയുടെ മണ്ടയെന്നാണ് പിടിച്ചത്. അപ്പൊ ഏതായാലും ഇത് ഒരു പോലീസിന് ഒരു കൃത്യമായ ഒരു ഇൻഫർമേഷനാണ്. ഇത് പോലീസിനകത്ത് തന്നെ ഇത് ഒളിപ്പിച്ച് രഹസ്യമാക്കി ഈ സംഭവങ്ങളൊക്കെ കഴുകിക്കളയുന്ന ആളുകളുണ്ട് എന്നതിൻ്റെ കൂടി സൂചനയാണ്. അപ്പോൾ ഇത് മേൽത്തട്ടിലിരുന്ന് ഓപ്പറേഷൻ തൂഫാൻ എന്നൊക്കെ ഇങ്ങനെ ഗംഭീരമായി പേരിട്ട് നടപ്പിലാക്കുമ്പോൾ ഇത് താഴെ തട്ടിൽ ഇത് പലതും ഇതുപോലെ ആളുകളെ ഒളിപ്പിച്ച് കടത്തുന്നതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? ഞങ്ങൾ അവിടെ നിന്നൊരു വീഡിയോ ഫോട്ടോ എടുത്താലേ ഇത് പിന്നെ ഈ പിടിക്കുന്ന പോലീസുകാരന് അഭിമാനമല്ലേ ഇത്? സത്യത്തിൽ അവരത് അഭിമാനിക്കാൻ വേണ്ട. ആളുകൾക്ക് ഇത് വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ പ്രചരിച്ചോട്ടെ. ആളുകൾ മൊബൈല് പിടിച്ച് വാങ്ങിച്ചിട്ട് എന്റെ മൊബൈല് പിടിച്ച് വാങ്ങിച്ച് പുള്ളി അപ്പോൾ തന്നെ 3 ഫോട്ടോയും പിന്നെ എടുത്ത് ദൂരെ കളഞ്ഞു. അങ്ങനെ എടുത്ത് കളഞ്ഞു. എനിക്ക് മാനസിക വിഷമം ഉണ്ടായി. ഞാൻ പറഞ്ഞ്, പിന്നെ നിങ്ങൾ ഇതെന്തോ കള്ളക്കളിയാണെന്ന് അപ്പോൾ തന്നെ ഞാൻ മുതലേ പറയുകയും ചെയ്തു. തന്നെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ദേഷ്യപ്പെട്ടങ്ങ് പോവുകയും ചെയ്തു. അവിടെ നിന്ന് ആൾക്കാരെല്ലാം അവിടെ നിന്നിട്ട് പറഞ്ഞ് ഇത് പിന്നെ കോംപ്രമൈസ് ആണ്, ഇത് നമ്മൾ വിചാരിക്കുന്ന നല്ല സംഭവം, ഇതൊക്കെ ചുമ്മാ ഒരു പിന്നെ ആഭ്യന്തരമന്ത്രി പിന്നെ കൊണ്ടുവന്നത് നല്ല കാര്യം, പക്ഷെ ഇത് ഇങ്ങനെയാണെങ്കിൽ ഇതൊന്നും വിജയിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് വലിയ പേരിട്ടു, പേരിന് കുറച്ച് പേരെ അറസ്റ്റ് ചെയ്യുന്നു, എന്നാൽ വലിയൊരു വിഭാഗം നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു എന്ന ഇതാണ് ഇപ്പൊ പുറത്തു വരുന്നത് അല്ലേ? പിന്നെന്തിനാണ് ഇത് ഇത്രയും ഭയങ്കരമായിട്ട്? ഇത് നല്ല രീതിയിൽ വിജയിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഈ മന്ത്രിസഭ വന്നതിന് ശേഷം, ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഏത് വിഷയത്തിനേക്കാളും മികച്ചു നിൽക്കുന്ന ഒരു സമ്പ്രദായം ഇത് തന്നെയാണ്. ഒരു സംശയമല്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ പിന്നെ മയക്കുമരുന്നിനെതിരെയുള്ള സംഭവം എന്ന് പറഞ്ഞാൽ. ബാക്കി എല്ലാം അടിയിൽ പോയി. പിന്നെ പക്ഷെ അത് ഇങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. പിന്നെ താങ്കൾ എന്റെ ചടങ്ങിൽ എന്റെ ചെറിയ വീട് കാണാൻ വന്നുള്ള ചായ കുടിച്ചോളെങ്കിലും ഞാൻ നമ്മുടെ എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കണം, എന്റെ കുടുംബത്തിന്റെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സത്യത്തിൽ ഞാനാണ് എന്നെ അങ്ങോട്ട് ക്ഷണിക്കുകയും
എനിക്ക് വേണ്ട ചായയും പഴമൊക്കെ തന്നതിൽ അതിൻ്റെ സന്തോഷവും ഏറ്റവും കൂടുതൽ നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതും ആ ഒരു സന്തോഷ നിമിഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. ഏതായാലും പ്രവീൺ എന്നോടൊരു ഇടവേള ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, അപ്പം എല്ലാവിധ ആശംസകളും പൊതുവേദിയുടെ ഭാഗത്തു നിന്നും നമ്മുടെ എല്ലാ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും. അപ്പോൾ എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമാണ്. ഞാൻ പോയി പെട്ടെന്ന് മടങ്ങി വരാം. കൂടുതൽ അനുഭവങ്ങളുമായി നമുക്കൊപ്പം വീണ്ടും പ്രേക്ഷകർ ചേരാനുണ്ട്. 2 പാതകങ്ങളെയാണ് വരച്ചു കാട്ടുന്നത്. ജമ്മു കാശ്മീർ യെസ്, അപ്പോൾ നമുക്ക് നമ്മുടെ പൊതുവേദി തുടരുകയാണ്. ഗോൾഡൻ ഓഡിയോസ് പറയുന്നത് ഈ തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ തുടരണം എന്നാണ്. നമ്മുടെ ശ്രീമതി സൗമ്യ നമ്മുടെ പൊതുവേദിയുടെ സ്ഥിരം പ്രേക്ഷകയാണ്, ബാംഗ്ലൂരിൽ നിന്ന്. എനിക്ക് ഗുഡ് ഈവനിങ് ഒക്കെ പറയുന്നുണ്ട്. ദ ഓപ്പറേഷൻ തൂഫാൻ ഷുഡ് കണ്ടിന്യൂ, അറ്റ്ലീസ്റ്റ് സം കൺട്രോൾ വിൽ ബി ദെയർ എന്ന് പറയുന്നു. കിഷോർ കോന്നി എന്നോടൊപ്പം ചേർന്നിട്ടുണ്ടെന്ന് എനിക്ക് ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഗോമാതാജി എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. അപ്പോൾ ശശിധരൻ പിള്ളൈ യൂട്യൂബിലും നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ബാബു കാഞ്ഞിരപ്പുഴ എന്നോട് പറയുന്നത് ബാബുവിൻ്റെ പേരെത്തും, ബാബുരാജൻ ആ പേരെത്തുമ്പോൾ ഈ കാഞ്ഞിരപ്പുഴ എന്നുള്ളത് തെറ്റി വായിക്കുമെന്നുള്ള പേടിയാണ്. കാരണം ഞാൻ ഒരിക്കൽ തെറ്റി വായിച്ചപ്പോൾ അത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാഞ്ഞിരപ്പുഴ നമ്മുടെ പാലക്കാട് ജില്ലയിലെ സ്ഥലമാണ്. ഇത് ഉപയോഗിക്കുന്നവർ തന്നെയാണ് ഇതിൻ്റെ ബിസിനസ്സും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിരന്തരമായ ശ്രമം കൊണ്ട് മാത്രമേ ഈ കുടുംബങ്ങളെ രക്ഷിക്കാൻ കഴിയൂ എന്ന് പറയുന്നു. പ്രസാദ് KV എന്നോട് പറയുന്നു പോലീസ് പിടിച്ചാലൊന്നും സംഭവിക്കില്ല, കാരണം പോലീസ് പിടിക്കും, പാർട്ടിക്കാർ ഇറക്കിക്കൊണ്ടുപോകും, പിന്നെ എങ്ങനെ ലഹരിയില്ലാത്തൊരു നാട് സൃഷ്ടിക്കാൻ കഴിയും എന്നോട് ചോദിക്കുന്നു. മുരളി എന്നോട് പറയുന്നത് കഞ്ചാവ് വിൽപ്പനക്കാരെ രക്ഷിച്ച മന്ത്രി ഭരിക്കുന്ന നാടാണിത്. ഡൊണാൾഡ് ഡക്ക് എനിക്ക് ഹിന്ദിയിലൊക്കെ ആപ്പ് കേസേ ഹേ എന്ന് ചോദിക്കുന്നുണ്ട്. ഏകദം ബഡിയ ഹേ ഡൊണാൾഡ് ഡക്ക് മേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നാട്ടിൽ നടക്കുന്ന അക്രമങ്ങൾ, കൊലപാതകങ്ങളുടെ മുഖ്യ കാരണം മദ്യവും മയക്കുമരുന്നുമാണ് എന്ന് അതിന് രാഷ്ട്രീയത്തിന് അതീതമായി ഒറ്റക്കെട്ടായി നിന്ന് പരിഹരിക്കണമെന്ന് ശശിധരൻ പിള്ള എന്നോട് പറയുന്നു. ജയകുമാർ നമസ്കാരം പറയുന്നുണ്ട്. നമ്മുടെ MN മുരളീധരൻ നായർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എല്ലാവർക്കും നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ഗോളാന്തരം നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. വെരി ഗുഡ്. ഡൊണാൾഡ് ഡക്ക് എന്നോട് പറയുന്നത് പോലീസ് എങ്ങനെയോ സുഗതനെ പിടികൂടി വീട്ടിൽ കേടി വെടിയുതിർക്കാനൊക്കെ ധൈര്യം കാണിച്ചു. യഥാർത്ഥ കുറ്റവാളികളെ പിടിക്കുമ്പോൾ ഈ ധൈര്യം കാണിച്ചാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പോൾ പറയുന്നത് കൊണ്ട് മതം പറയുന്നു എന്ന് വിചാരിച്ചാൽ ഈ മയക്കുമരുന്ന് കടത്തിൻ്റെ ഉന്നതങ്ങളിൽ ഇരിക്കുന്ന മെയിൻ ആൾക്കാർ 99% ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ്. അവരെ സംരക്ഷിക്കാൻ ഇല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഒരു മതം അല്ല അതിലെ കാര്യം. അത് മയക്കുമരുന്ന് എല്ലാ വിഭാഗത്തിലെ ആളുകളുണ്ട്, മതമൊന്നും നോക്കിയിട്ടല്ല. എന്തൊക്കെയാണ് ഈ ഗോളാന്തരം പറയുന്നത്? ഷിജു കുര്യത്തിനെ കാണാനില്ല എന്ന് എന്നോട് ഞാൻ പാപ്പു പറയുന്നുണ്ട്. സുനിൽകുമാർ എനിക്ക് ചുവന്ന ഹൃദയങ്ങൾ അയക്കുന്നുണ്ട്. രാധേരാമൻ തോട്ടത്തിൽ എന്നോട് പറയുന്നു പ്രൊമോട്ടിംഗ് ടൊബാക്കോ ഫാമിംഗ് ആൻഡ് ബാനിങ് ടൊബാക്കോ പ്രോഡക്ട്സ് ആർ ഫണ്ണി കോൺട്രഡിക്ഷൻസ് ആണെന്നാണ് പറയുന്നത്. അത് ശരിയാണ്. പക്ഷേ നമ്മൾ ടൊബാക്കോ സിഗരറ്റിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഏതായാലും ഷുഗറും കൊളസ്ട്രോളും എല്ലാമുള്ള മനുവിനെ വിളിക്കാൻ പോയതുകൊണ്ടല്ലേ ഉണ്ണികൃഷ്ണ ഞങ്ങളെ പോലുള്ളവർ വിളിക്കാതെ അപ്പോൾ ഷുഗറും കൊളസ്ട്രോളും ഉള്ള ഞാൻ ഭക്ഷണം കഴിക്കാത്തതിനെക്കുറിച്ച് പറയണം. ഓക്കെ, അപ്പോൾ ശശിധരൻ പിള്ളൈ പറയുന്നു ഓക്കെ. അപ്പോൾ ജയകുമാർ പറയുന്നു കോൺടാക്റ്റ് നമ്പറിൽ വിളിച്ചാൽ ആരും അറിയത്തില്ല, ആർക്കും അറിയാനും പറ്റത്തില്ല, ഡീകോഡ് ചെയ്താണ് കാര്യങ്ങൾ അറിയുന്നത്, നമ്പറോ ആളെയോ അറിയില്ല എന്ന് എന്നോട് ജയകുമാർ പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇതിൽ ഉണ്ട് എന്നുള്ളത്. ഏതായാലും ഇതിനെ സംബന്ധിച്ച് 2 നമ്പറുകൾ ലഹരി ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയിക്കാൻ 9497979794 എന്ന നമ്പറും അതുപോലെ 99959 അതുപോലെ 66666 എന്ന നമ്പറുമൊക്കെ വാട്സപ്പ് നമ്പറൊക്കെ വിവരങ്ങൾ പോലീസിനെ അറിയിക്കാം എന്നൊക്കെ അവർ നേരത്തെ ഇതിൽ വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ പേരുകൾ പുറത്തു വരില്ല എന്നാണ് ജയകുമാർ എന്നോട് പറയുന്നത്. പോലീസും അത് തന്നെയാണ് പറയുന്നത്, അവരുടെ ഐഡൻറ്റിറ്റി രഹസ്യമായിരിക്കുമെന്നാണ്. അപ്പോൾ ലൈഫ് റിവേഴ്സ് ഗിയറിൽ ആയോ എന്ന് എന്നോട് ശ്രീ MN നമ്മുടെ മുരളീധരൻ നായർ MN ചോദിക്കുന്നു. ഞാൻ പാപ്പു ഒക്കെ എന്നോട് പറയുന്നത് LDF ആയാലും UDF ആയാലും 2 ഇന്ത്യയുടെ ഭാഗമാണെന്ന് ഓർക്കണമെന്ന്. അത് ഇതിലെന്താണ് കാര്യമെന്ന് എനിക്ക് അറിയില്ല. പാലുകാച്ചലിൽ പങ്കെടുക്കാൻ പറ്റാത്തതിലുള്ള വിഷമം ചിലരൊക്കെ അറിയിക്കുന്നുണ്ട്. മോഹൻ പറയുന്നത് പോലീസിനെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമൊക്കെ നല്ല നിശ്ചയമാണ്, വേലി തന്നെയാണ് ഇവിടെ വിളവ് തിന്നുന്നത് എന്ന് പറയുന്നു. സതി ബാബുരാജ് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നു. നമസ്കാരം മനു, ഓപ്പറേഷൻ തൂഫാൻ കണ്ടിന്യൂസ്, രാധാകൃഷ്ണൻ സേസ് ദ ട്രൂത്ത് എന്ന് പറയുന്നു. ഇത്തരം കേസുകൾ പിടിക്കപ്പെട്ടവരുടെ പേരും മേൽവിലാസവും നോക്കിയാൽ അത് തന്നെ മനസ്സിലാകും. ഓക്കെ. അബ്രഹാം കോതമംഗലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ അബ്രഹാം, ഈ കോതമംഗലത്ത് ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനം കൂടുതലാണോ? അതെ. എന്താണ് അത് അവിടെ ഇങ്ങനെ ഇത്രയും ഇത് പോലീസൊന്നും ഇടപെടുന്നില്ലേ? പോലീസ് ഇടപെടും
നിന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പാണ് ഈ പെരുമ്പാവൂർ മെയിനായിട്ട് കിടക്കുന്നത്. അതിന് തൊട്ടടുത്ത സ്ഥലമാണ് കോതമംഗലത്ത് അടുത്തുള്ള നെല്ലിക്കുഴി. നെല്ലിക്കുഴിയില് ഈ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആൾക്കാർ വന്ന് കൂടുതലായിട്ട് ജോലിക്ക് വന്നിട്ട് ആ വരുന്ന വഴി കഞ്ചാവുമായിട്ട് വന്ന് അവരിവിടെ വിൽപ്പനയും അത് ഉപയോഗമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് വളരെയധികം ആൾക്കാരുണ്ട്. ഇതിനെ അമർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. കാരണം നാട്ടുകാർ സഹകരിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ അത് അമർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞാൽ തൂഫാനായിട്ട് അങ്ങ് പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ അതുകൊണ്ടൊന്നും ഒറ്റയടിക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് വേണം. തുടർച്ചയായ ഇടപെടലുകൾ കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നുള്ളൂ. ഓക്കെ, വളരെ വ്യക്തമാണ് ശ്രീ അബ്രഹാം അങ്ങയുടെ പ്രതികരണം. അപ്പോൾ എന്നോടൊപ്പം കോലഞ്ചേരിയിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. അദ്ദേഹത്തിന് പേര് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്, അല്ലേ സാർ? ആ സാർ, ഇത് ഭയങ്കര ഡേഞ്ചറാണ് സാർ. പക്ഷെ നമുക്കിത് പറയാനുള്ള ഒരു സാഹചര്യം ഇല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പറഞ്ഞാൽ എക്സൈസുകാര് അവരുടെ വീട്ടിലെത്തുന്നതിന് മുമ്പ് അവരുടെ ഗുണ്ടകൾ നമ്മുടെ വീട്ടിലെത്തും. ശരി, അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നവർക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കുന്നവർക്ക് ഇത് പറയാനുള്ള അവസരമില്ല. അതായത് 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കണമെങ്കിൽ നമ്മളത് കാത്തു സൂക്ഷിച്ചേ പറ്റൂ. അപ്പൊ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ ആരെങ്കിലും വിളിച്ച് പറയുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വിത്ത് ഈ ഇവര് ചെയ്യുന്ന സംഭവങ്ങൾ അവർ ചെയ്യുന്നേക്കാളും മുമ്പ് നമ്മുടെ വീട്ടിൽ അവരെ ആൾക്കാരെത്തും. അപ്പൊ ഇത് എങ്ങനെ ഒരു ഭീഷണിയാണ്. ആദ്യം ഒരു പ്രേക്ഷകൻ വിളിച്ചില്ലേ, അതായത് പബ്ലിക് ബൂത്ത് വിത്ത് അവിടെ ക്യാമറയും പാടില്ല, ആ ഏരിയയിൽ ക്യാമറ പാടില്ല. കാരണം ഇതുപോലും അവരെടുത്ത് കൊടുക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയ കുഞ്ഞുങ്ങളെ സാറേ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതാണ് നമുക്ക് സങ്കടം. പക്ഷെ നമുക്കിത് പറയണമെന്നുണ്ട്. പറഞ്ഞാൽ നമുക്കും കുഞ്ഞുങ്ങളുണ്ട്. അതാണ് വിഷയം. നമ്മൾ പിന്നെ അത് മനസ്സമാധാനമില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും. ഇതെന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയാ, അല്ലെങ്കിൽ എക്സൈസ് ഓഫീസിലേക്ക് വിളിച്ചു പറയാം. അവിടെ കോലഞ്ചേരി ഇത് വ്യാപകമായി എവിടെയാണ് കാണുന്നത്? ആ കോലഞ്ചേരി അത് ആ ഏരിയ മുഴുവനുണ്ട് സാർ. നമ്മുടെ കോലഞ്ചേരി സ്കൂളിന്റെ ചുറ്റുവട്ടമുണ്ട്, കോളേജിന്റെ ചുറ്റുവട്ടമുണ്ട്, പൂത്തൃക്ക സ്കൂളിന്റെ ചുറ്റുവട്ടമുണ്ട്, പുത്തുംകുരിശി സ്കൂളിന്റെ ചുറ്റുവട്ടമുണ്ട്. നമുക്ക് അതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ പറയുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് എന്റെ സൗണ്ട് പോലും ക്യാച്ച് ചെയ്യാൻ പറ്റും. കുടുംബമുണ്ട്. ഞാനിത് ഇങ്ങനെ കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഒക്കെ ഒന്ന് തടുക്കാൻ നിന്നാലല്ലേ ഇതൊക്കെ നിർത്താൻ പറ്റും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഗോളാന്തരം എന്നോട് പറയുന്നത് ഇന്ത്യ വിരുദ്ധരെ എനിക്ക് ഇഷ്ടമല്ല എന്നാണ്. ഇന്ത്യ വിരുദ്ധരെ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാൻ കഴിയില്ല. എല്ലാവരും നമ്മളെല്ലാം ദേശ സ്നേഹത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഇന്ത്യ വിരുദ്ധരെ ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാൻ കഴിയില്ല. പക്ഷേ നമ്മൾ ചില ആളുകളെ അങ്ങ് ഇന്ത്യ വിരുദ്ധരായി മുദ്ര കുത്താതിരിക്കണം എന്നാണ് എനിക്ക് ശ്രീ ഗോളാന്തരത്തോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്നോട് എന്നോട് ഇപ്പം ചില പ്രേക്ഷകർ ചേരുന്നത് വിനോദ് ബാബു കോശിയാണ്. For years, drug mafia has been silently destroying our youth, families and future. For the first time, Kerala is seeing such a strong and impactful move against, thanks to രമേശ് ചെന്നിത്തല എന്ന് എന്നോട് ശ്രീ വിനോദ് ബാബു കോശി പറയുന്നു. മയക്കുമരുന്ന് കച്ചവടക്കാർ ആദ്യം സ്കൂളിൽ ഒരു പയ്യനെ അവരുടെ ഭാഗത്തെത്തിക്കും, അവന് ഫ്രീ ആയി കൊടുക്കും, എന്നിട്ട് ഏജൻ്റായി ആ സ്കൂളിനകത്ത് പ്രവർത്തിക്കും. അതാണ് കോളേജിലും സ്കൂളിലും ഒക്കെ സംഭവിക്കുന്നത് എന്ന ചില ആളുകൾ എനിക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ശ്രീ കൃഷ്ണൻകുട്ടി പറയുന്നു, ഇന്നലെ എൻ്റെ ഒരു കമൻറ്റ് വായിച്ചില്ല, ആരെയോ സന്തോഷിപ്പിക്കാൻ എന്നാണ്. ഞാൻ അങ്ങനെ ആരെയും സന്തോഷിപ്പിക്കാൻ കമൻറ്റുകൾ വായിക്കാതിരിക്കാറില്ല. എല്ലാ കമൻറ്റും ഞാൻ വായിക്കുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടിക്ക് ഏറ്റവും അധികം സമയം ഈ പൊതുവേദിയിൽ കിട്ടുന്നുമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെയും പറയാനുള്ളത് പറയാൻ പറ്റിയില്ല എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം ശ്രീ KG കുമാർ ചേരുന്നുണ്ട് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ കുമാർ, ഈ കൊട്ടാരക്കരയിൽ പക്ഷേ ഈ മയക്കുമരുന്നിൻ്റെ വലിയ പ്രസരമൊന്നും ഇല്ല അല്ലേ? ഇല്ല ഇല്ല ഇല്ല, ഇവിടെ പിന്നെ ഉണ്ടായിരിക്കാം, പക്ഷെ അങ്ങനെ ഒരു വ്യാപകമായിട്ടുള്ള ഒരു ഇത് പ്രത്യക്ഷത്തിൽ കാണാനൊന്നും അല്ലേ? പറഞ്ഞു കേട്ടിട്ടില്ല. ഒറ്റപ്പെട്ട ഇവിടെ പല സ്ഥലത്തും അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ടെങ്കിലും ഈ പിന്നെ കൂടുതലില്ല. ഇപ്പൊ രമേശ് ചെന്നിത്തല ഈ ഓപ്പറേഷൻ തുഫാൻ എന്നുള്ള ഈ ഒരു സംഭവം കൊണ്ടുവന്നത് നല്ലതെന്നാണ്. അത് പൂർണ്ണമായിട്ട് മാറുമോ മാറ്റാൻ പറ്റുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ എത്രത്തോളം മാറി കിട്ടുന്നോ അത്രത്തോളം നല്ലതാ. നല്ല കാര്യം ആര് ചെയ്താലും നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്യണമല്ലോ. കാര്യം അല്ലാതെ ഇത് തുടർന്നും കർശനമായിട്ടും പോലീസ് മുന്നോട്ട് പോകണം. അല്ലാതെ ഈ ആരംഭ ശൂരത്വം മാത്രം കാണിച്ചിട്ട് കാര്യമില്ല. പിന്നെ അതേപോലെ തന്നെ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഈ എല്ലാ സ്ഥലത്തും ഉണ്ടെങ്കിലും ഇതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് ഈ ആലുവയും പെരുമ്പാവൂരാണ് പ്രധാനമായിട്ടും പറയപ്പെടുന്നത്. അതായത്
പിന്നെ അത് അവരുടെ ഒരു സാമ്രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. എന്റെ അറിവ് ശരിയാണെങ്കിൽ തദ്ദേശവാസികൾക്ക് പോലും അവിടെ പിന്നെ ഇവരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്. പിന്നെ തദ്ദേശവാസികളോട് പോലും ഇവർ എതിർത്ത് നിൽക്കുന്നെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ പല വാർത്തകളും കണ്ടിട്ടുണ്ട്. മറ്റൊരു ഇടവേള കൂടി അനിവാര്യമായത് കൊണ്ടാണ്. അപ്പോൾ വളരെ നന്ദി ശ്രീ KG കുമാർ അവിടെ നിന്ന് വിളിക്കുകയും പ്രതികരിച്ചതിനും. അപ്പോൾ ഞാനൊരു ചെറിയ ഇടവേള എടുത്ത് പെട്ടെന്ന് മടങ്ങി വരാം. ഒരു ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, അപ്പോൾ പൊതുവേദി വീണ്ടും തുടരുകയാണ്. ഞാൻ പാപ്പു എന്നോട് പറയുന്നത് പോലീസിന് മനസ്സുണ്ടെങ്കിൽ എല്ലാറ്റിനും വഴിയുണ്ടെന്നാണ് പറയുന്നത്. ഗോളാന്തരൻ എന്നോട് പറയുന്നത് ആർജവമുള്ള സർക്കാരും പോലീസും വിചാരിച്ചാൽ ഒറ്റയാഴ്ച കൊണ്ട് ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരം കാണാൻ കഴിയും എന്ന് പറയുന്നു. 90% ലഹരി പദാർത്ഥങ്ങൾ വരുന്നത് ചെക്ക് പോസ്റ്റ് വഴിയും കടൽ മാർഗവുമാണ്. മത്സ്യത്തൊഴിലാളികളുടെ സഹായം ഇത് തടയാൻ, ലഹരി വ്യാപനം തടയാൻ കൂടി അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തണം, അവരുടെ സഹായം കൂടി തേടണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്നോടൊപ്പം ശ്രീ റഷീദ് കൊയിലാണ്ടി ചേരുന്നു. ശ്രീ റഷീദ് കൊയിലാണ്ടി, ഈ പല ആളുകളും ഇപ്പോൾ പൊതുവേദിയിലേക്ക് വിളിച്ച ആളുകളൊക്കെ പറയുന്നു പോലീസിനോട് വലിയ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്, തുടക്കത്തിലൊക്കെ വലിയ ആവേശം കാണുന്നുണ്ട്, പക്ഷേ ഒരു 10 ദിവസം പോലും ആയില്ല, ഇതാ ഓരോ ഇടത്തും ഇത് പതുക്കെ അയവ് തരാനും വിട്ടു കൊടുക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നതിൻ്റെ നേർക്കാഴ്ചകൾ കണ്ട ആളുകളാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോത്തൻകോടിനെ പോലുള്ളവർ പറയുന്നത്. അപ്പോൾ പോലീസ് തന്നെ ഇത്തരക്കാരെ സംരക്ഷിക്കുകയാണോ എന്ന സംശയം ആളുകൾക്ക് വരുന്ന തരത്തിലേക്ക്. അപ്പോൾ ആളുകളെ കൂടി വിശ്വാസത്തിലെടുക്കാൻ പോലീസിന് കഴിയണം. അത് ഉണ്ടാകുന്നുണ്ടോ? ഇപ്പോൾ ഒരു സന്ദേശം കൊടുത്താൽ അത് അവർ വളരെ രഹസ്യാത്മകതയോടുകൂടി അതിൽ പ്രവർത്തിക്കും എന്നൊക്കെ വിശ്വസിക്കാൻ ഈ ഉദ്യോഗസ്ഥരുടെ പിന്തുണ ഈ സർക്കാരിനുണ്ടോ? ശ്രീ റഷീദ് കൊയിലാണ്ടി. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോട്ടിക് ഹഡ്, ഈ ഒരു പ്രഖ്യാപനം ആഭ്യന്തരമന്ത്രി നടത്തിയപ്പോൾ കേരളീയ പൊതുസമൂഹം അത് ഏറ്റെടുത്തു എന്ന രൂപത്തിലാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാഴ്ചയായി വളരെ സജീവമായി ന്യൂസ് 18 ചാനൽ അടക്കം എല്ലാ ചാനലുകളും വളരെ പ്രാധാന്യത്തോടെ അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മൂവ്മെന്റ് ആണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഈ പോലീസിന്റെ ഭാഗത്തുനിന്നും എക്സൈസിന്റെ ഭാഗത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും വലിയൊരു മുന്നേറ്റം ഈ കാര്യത്തിൽ നടത്താൻ സാധിക്കും. കാരണം നമ്മുടെ സമൂഹത്തിലെ അള്ളിപ്പിടിച്ചിരിക്കുന്ന ഒരു ക്യാൻസറാണ് ഈ ലഹരി. ഈ ലഹരിയാണ് ഈ കേരളത്തിൽ ഉണ്ടാക്കുന്ന 90% പ്രശ്നങ്ങൾക്കും ഉറവിടം. അതിൽ യാതൊരു സംശയവുമില്ല. അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, വാപ്പയെ കൊല്ലുന്നു, സഹോദരിയെ കൊല്ലുന്നു, റോഡിൽ അങ്ങോളം ഇങ്ങോളം അപകടങ്ങൾ വരുത്തി വെക്കുന്നതിന്റെ കാരണം ഈ ലഹരിയാണ്. അങ്ങനെ എല്ലാ രീതിയിലും വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു മഹാവിപത്തിനെ കേരളത്തിൽ നിന്ന് തുടച്ചു നീക്കുക തന്നെ വേണം. തുടച്ചു നീക്കാനുള്ള ഒരു ആസൂത്രിതമായ നീക്കങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് വന്നു കൊടുക്കുക. ഇനി നമ്മളാണ് പിന്തുണ നൽകേണ്ടത്. ഓരോ വ്യക്തിയും ഓരോ ആളുകളും ഇതിനു വേണ്ടി രംഗത്തിറങ്ങി. എവിടെയുണ്ടോ, ഏത് മുക്കിലും മൂലയിലാണോ ഉള്ളത് അവരെ കണ്ടെത്തി ഇൻഫോം ചെയ്യാത്ത പ്രത്യേകം വാട്സപ്പ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. 99959666. ആ നമ്പർ ആർക്ക് വേണമെങ്കിൽ നമുക്ക് വിളിച്ചു പറയാം. എവിടെ വേണം, നമ്മൾ പറയുന്നവരെ നമ്മൾ ഒരിക്കലും അവർ വെളിപ്പെടുത്തുകയില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്, ഡിപ്പാർട്ട്മെന്റ് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു മഹാവിപത്തിനെ നമുക്ക് ഈ രാജ്യത്ത് നിന്ന് ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കിയാൽ എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്നും കേരളം മോചിതമാകും. നല്ലൊരു കേരളത്തെ കെട്ടിപ്പടുക്കാൻ ഈ ഒരു മഹാവിപത്തിനെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നമ്മളെല്ലാവരും, ഞങ്ങളൊരു ചെറിയ സംഘടനയുണ്ട്, ഞങ്ങൾ വളരെ കാലമായി പ്രവർത്തിക്കുന്ന ലഹരി നിർമ്മാർജ്ജന സമിതി എന്നാണ് ആ സംഘടനയുടെ പേര്. ഞങ്ങൾ നിരന്തരം ബോധം എന്നൊരു പരിപാടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ അതൊക്കെ ചെറുതായി ചെറിയ സംഘടനകൾ ചെയ്തതുകൊണ്ട് മാത്രമായില്ല. ഈ ഒരു നീക്കം നടത്തുകയും ഞങ്ങളെ പോലുള്ള സംഘടനകളും അതേപോലുള്ള സാമൂഹ്യ സാംസ്കാരിക മത സംഘടനകൾ, ഇതിന് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, മറ്റൊന്നുമില്ല. രാജ്യത്തിന്റെ പുരോഗതി, നാടിന്റെ പുരോഗതി, ജനങ്ങളുടെ നല്ല ജീവിതം, അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളെല്ലാവരും ചാനൽ നിങ്ങൾക്കുള്ള വലിയ പങ്ക് വഹിക്കാൻ ഈ കാര്യത്തിൽ കഴിയും. ഓരോ ദിവസവും നടക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങൾ അതിൽ നീക്കിവെച്ചാൽ നിങ്ങൾക്ക് അതൊരു നഷ്ടമില്ല.
ജനങ്ങളുടെ ഗുണത്തിന് വേണ്ടിയാണ് വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ അതാണ് ശ്രീ റഷീദ് കൊയിലാണ്ടി പറഞ്ഞതാണ് കാര്യം. അത് കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ, ഇതൊരു ഉദ്യോഗസ്ഥൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, ഇത് കൂട്ടായ ഒരു ഉത്തരവാദിത്തമാണ്. എന്നോടൊപ്പം കിളിമാനൂരിൽ നിന്നൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. അപ്പോൾ താങ്കൾക്ക് പേര് പറയാൻ ഒരു മടിയുണ്ടെന്ന് പറഞ്ഞു. സാരമില്ല. അപ്പോൾ ഇത് ലഹരിയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ഒരുപക്ഷെ ചിലരൊക്കെ ഭയക്കുന്നു. എന്തോ ഫോൺ കോൾ കട്ടായി. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ശ്രീ കൃഷ്ണൻകുട്ടി മണിമല. നമസ്കാരം. നമസ്കാരം. ഇതൊരു വലിയ സബ്ജക്റ്റാണ്, മയക്കുമരുന്നും കഞ്ചാവും അതുപോലുള്ള ലഹരികളൊക്കെ. പക്ഷെ കുഴപ്പമെന്താന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയ കാലം പോലെ മനുഷ്യരെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാർ കൂടുമായിരുന്നു. അവർ ഈ കഞ്ചാവ് കൊണ്ടുവന്നിട്ട് ഒരു തടിയിൽ വെച്ച് അരിഞ്ഞരിഞ്ഞരിഞ്ഞ് ചെറിയ കുഞ്ഞ് പീസാക്കിയിട്ട് പ്ലാവിലെ കൊട്ടി അതിനകത്ത് വെച്ചിട്ട് നമ്മൾ ഈ ഓട്ടുപാത്രമില്ലേ, കിണ്ടി എന്ന് പറയുന്ന സാധനം, അതിന്റെ വാലിലോട്ട് ഇറക്കി വെച്ച് ഈ കയറുണ്ടല്ലോ, ചകിരി കയറ്, അത് കത്തിച്ച് ആണ് അതിന്റെ അറ്റത്ത് തീ പിടിപ്പിക്കുന്നത്. അപ്പൊ എത്ര വലിയ വലിയ പീസാന്ന് ഓർക്കണം. ബീഡി പോലൊന്നും അല്ലാതെ അത് നമ്മുടെ ഒരു വിരലിനേക്കാൾ വലിപ്പമുള്ള ഒരു കട്ടിയിൽ ഇത് ഒരു സിലിണ്ടറിക്കൽ രൂപത്തിലാണ് ഈ സാധനം ഇരിക്കുക. അത് വലിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാർ എന്റെ അയൽവക്കത്തെ വീട്ടിലുണ്ടായിരുന്നു. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്. അപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാല് അന്ന് മുതലേ ഇതുണ്ട്. ഇത് എങ്ങനെയാ നിർത്തുക എന്ന് വെച്ചാൽ അത് വലിയ പാടുള്ള കാര്യമാണ്. ഈ കാര്യങ്ങള് അന്നത്തേൽ നിന്ന് എത്രയോ മാറിയിരിക്കുന്നു. ഇപ്പൊ മയക്കുമരുന്ന് പറഞ്ഞാൽ എന്തൊക്കെ പേരുകളാണ് വരുന്നത്, നമുക്കതിന്റെ പേര് പോലും അറിയില്ല. പുതിയ പുതിയ പേരുകളിൽ ഇത് വരുന്നു. പിന്നെ ഈ മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ചില മരുന്നുകൾക്കകത്ത് ഈ മരുന്നുകളുടെ അംശമുണ്ട്, ലഹരി കിട്ടുന്നതുണ്ട്, അത് വാങ്ങി കഴിക്കുന്നു. ഇങ്ങനെ ഏതെല്ലാം രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെങ്കില് ഇത് ഉപയോഗിക്കുന്നവരെ അവര് വളരെ രഹസ്യമായിട്ട് ചെയ്യുന്നു. ഇത് എങ്ങനെ വരുന്നു എന്ന് ആർക്കും അറിയില്ല. നമ്മൾ ഈ പോലീസുകാർ പിടിക്കുന്നത് എവിടെയാ പിടിക്കുന്നത്? ഇതിന്റെ ലാസ്റ്റ് എൻഡിലുള്ളവരെയാ പിടിക്കുന്നത്. ഇതിന്റെ വലിയ ഗോഡൌൺ ഇത് എവിടെ നിന്നാണ് പോലീസ് അന്വേഷിച്ച് ചെന്നപ്പോൾ വലിയ എന്താണ് കിച്ചൺ എന്നാ പറയുന്നത്, ഡ്രഗ്സ് കിച്ചൺ ഒക്കെയാണ് കണ്ടെത്തിയത്. അങ്ങനെയാണ് അന്യ സംസ്ഥാനങ്ങളിൽ ഇരുന്ന് വിദേശ രാജ്യത്തുള്ള പൗരന്മാരൊക്കെ ഇവിടെ വന്ന് ഡ്രഗ്സ് കിച്ചൺ ഒക്കെ നടത്തുകയാണ്. അതൊക്കെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത്. ഞാനിപ്പോ നോക്കിയപ്പോ ഈ വിഷയം ഇതാണ് കണ്ടപ്പോ ഞാൻ വെറുതെ ഒന്ന് സെർച്ച് ചെയ്തപ്പോ കണ്ടത് ഈ ഇന്ത്യയിലെ കഴിഞ്ഞ ഒരു നടന്നപ്പോൾ ഏറ്റവും വലിയ ഡ്രഗ് പിടിച്ചത് 1150 കോടിയുടെ ഡ്രഗാ പിടിച്ചത്. അത് പിടിച്ചത് നമ്മുടെ പ്രധാനമന്ത്രി നാട്ടിൽ ഗുജറാത്തിലാ, മുന്ദ്ര പോർട്ട് നടത്തുന്ന അദാനിയാ. അപ്പൊ മനസ്സിലായില്ലേ ഇതൊക്കെ എത്ര വലിയ ഇതിലൂടെയാണ്, ചാനലിൽ കൂടെയാണ് ഈ സാധനം വരികയെന്ന്. പിന്നെ അത് ഏതെല്ലാം വഴിയിലൂടെ ഇന്ത്യയിൽ മുഴുവൻ വ്യാപിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. പോർട്ട് നടത്തുന്ന അദാനിയായതുകൊണ്ട് അദ്ദേഹത്തിന് ന്യായീകരണമാണെന്നറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞത് താങ്കൾക്ക് സെർച്ച് ചെയ്യാൻ കിട്ടുന്ന വാർത്തയിൽ വരുന്ന കാര്യങ്ങളാണ്. അതൊന്നും നമ്മുടെ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ഇതുപോലുള്ള വലിയ വലിയ ആളുടെ കാര്യമൊന്നും നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല. ആര് പോർട്ട് നടത്തിയാലും അവിടെ അതിന് സുരക്ഷ ഒരുക്കുന്നത് അവിടുത്തെ CRPF ജവാന്മാരാണ് ആണല്ലോ. അപ്പൊ CISF ജവാന്മാരാണല്ലോ. അതങ്ങനെ നമ്മൾ വിചാരിക്കുന്നത്ര ഒരാൾക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏതായാലും ഇങ്ങനെ വ്യവസായ ഭീമന്മാർ ഇതിന്റെ ബാക്കിലുണ്ടെന്നറിയില്ല. പക്ഷേ വേറെ ചില പ്രശ്നങ്ങളുണ്ട്. ഇത് പുറത്തുനിന്നാണ് വരുന്നത്. ഇത് ഏതൊക്കെ വഴികളിലൂടെ വരുന്നു എന്നറിയില്ല. തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇത് വരുന്നുണ്ട്. ഇതിൽ എന്നെ ഞെട്ടിച്ച വേറൊരു കാര്യം, അങ്ങ് ഒരു ഇടതുപക്ഷക്കാരനായതുകൊണ്ട് പറയാണ്, ഈ CPM പ്രവർത്തകർ തന്നെ കൊല്ലപ്പെടുന്നുണ്ട്. ഈ മയക്കുമരുന്ന് ഇതിനെതിരെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിൻ്റെയൊക്കെ ഭാഗമായുള്ള പ്രകോപനം കൊണ്ട് കൊല്ലപ്പെട്ട ഒരു സംഭവം. അതുപോലെ ഞാൻ അവിടെ കണ്ണൂരിൽ ജോലി ചെയ്തിരിക്കുന്ന സമയത്ത് ഒരു CPM പ്രവർത്തകനെ കൊല ചെയ്യുന്നത് ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് പങ്കുവെച്ചു എന്ന സംശയത്തിൻ്റെ പേരിലാണ്. 2 പേർ ഇതുപോലെ കൊല്ലപ്പെട്ട സാഹചര്യം എനിക്കറിയാം. അപ്പോൾ ഇങ്ങനെ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളെ പോലും കൊല്ലാൻ മടിയില്ലാത്ത ഒരു തരത്തിലേക്ക് ഇത് വരികയാണ്. ഇതിൽ ചില രാഷ്ട്രീയ പിന്തുണയുള്ള ആളുകളുണ്ട്. അങ്ങനെ ഇത് രാഷ്ട്രീയ പാർട്ടികൾ ഇത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയം കൂടിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. CPMന്റെ കാര്യത്തില് CPMകാരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെടുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവനെ ആ പാർട്ടിയിൽ നിർത്തൂല. അവൻ ആദ്യം ചെയ്യുന്ന കാര്യം അത് വളരെ വ്യക്തമാണ്. എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്, പാർട്ടി ഭരണഘടന പറഞ്ഞിട്ടുണ്ട് ലഹരി ഉപയോഗം പറ്റില്ല എന്ന്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നതെന്ന് കണ്ടാൽ അത് തെളിവ് സഹിതം പിടിക്കപ്പെട്ടാൽ അവൻ ഏത് കമ്മിറ്റിയിലാണോ ഉള്ളത് അവനെ അതിൽ നിന്ന് പുറത്താക്കിയിട്ടുള്ള ചരിത്രങ്ങളൊക്കെ എനിക്കറിയാം. പക്ഷെ CPMകാരെ കൊലപ്പെടുത്തിയ ഒരു സംഭവം ഞാൻ പറഞ്ഞത്, ഖാലിദ് ഷമീർ എന്ന 2 CPMകാരെ തലശ്ശേരി, ഞാനവിടെ അത് റിപ്പോർട്ട് ചെയ്യാൻ പോയത് കൊണ്ടും കൂടിയാണ് ഞാൻ പറയുന്നത്. അവിടെ 2 പേരെ കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്തിയത് ഈ ലഹരി മാഫിയനെ എതിർക്കുകയും
അവിടെ അത് ഗുണ്ടാസംഘത്തിൻ്റെ മർദ്ദനമേറ്റ് ഷമീറിൻ്റെ മകൻ ഷബീലിനെ ആശുപത്രിയിൽ പ്രവേശിക്കാൻ വന്നപ്പോഴാണ് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അങ്ങനെ ഇത് ഞാൻ പറയുന്നത് രാഷ്ട്രീയ പൊതുപ്രവർത്തകരെ പോലും ഒരു ഭയമില്ലാതെ വെട്ടിക്കൊല്ലാൻ ഇവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റി. അപ്പോൾ ബിനോയ് എന്നോടൊപ്പം ചേരുന്നു കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്. ഹലോ. ബിനോയ് കേൾക്കാമോ? കേൾക്കാം മനു, നമസ്കാരം. ഈ ഓപ്പറേഷൻ തൂഫാൻ ദീർഘകാലം തുടർന്ന് ഇതിൻ്റെ ലഹരി വ്യാപനത്തിൻ്റെ വേരുകൾ മുഴുവൻ പിഴുതെറിയും എന്ന് മലയാളിക്ക് വിശ്വസിക്കാമോ ശ്രീ ബിനോയ്? തീർച്ചയായിട്ടും മനു, ഓപ്പറേഷൻ തൂഫാൻ അങ്ങനെ തന്നെ വിശ്വസിക്കാം. ഇതിൽ ഏർപ്പെടുന്നതും ഇതുമായിട്ട് ബന്ധപ്പെടുന്നതും കച്ചവടം ചെയ്യുന്നതും വാങ്ങുന്നവരുമൊക്കെ എല്ലാവരെയും നമുക്ക് കൊണ്ടുവന്ന് അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങിക്കൊടുക്കാം. പക്ഷെ ഇതിലെനിക്ക് പ്രത്യേകം എടുത്തു പറയാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. മനു തന്നെ കഴിഞ്ഞ ഒരു 2 ആഴ്ചക്ക് മുമ്പ് എന്നോടൊരു ചോദ്യം ചോദിച്ചായിരുന്നു. ബിനോയിയെ കുറിച്ചൊരു ന്യൂസ് വരുന്നുണ്ടല്ലോ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിൽക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴും അതായത് തൂഫാൻ കണക്കുള്ള സംഭവങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴും നമ്മൾ നോക്കേണ്ടത് ഇതിൽ രാഷ്ട്രീയ വൈരാഗ്യം ഒരു മനുഷ്യനോടും വെക്കാൻ പാടില്ല. ഇത് കച്ചവടം ചെയ്യുന്നത് ആരായാലും അവരെ ഇതിനകത്ത് കൊണ്ടുവരിക, അവർക്കെതിരെ കേസെടുക്കുക. പക്ഷെ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടുവരാതിരിക്കുക. കാരണം ഞാൻ ഇതിനൊരു അനുഭവസ്ഥനായതുകൊണ്ടാണ് അങ്ങനെ ഒരു കേസിൽ പെട്ടത് രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടാണെന്നാണ് താങ്കൾ പറയുന്നത് അല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നമ്മൾ രാഷ്ട്രീയമായി പ്രവർത്തിക്കുന്ന, രാഷ്ട്രീയമായി അഭിപ്രായ വ്യത്യാസങ്ങൾ, അതായത് അതിന്റെ ഫലമായി ഇതിന്റെ ഈ പാൻപരാഗ് വിറ്റു എന്നുള്ള കേസിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത്. അല്ല, ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് ലൈവായിട്ട് നിൽക്കുന്നു. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഓൾ ഇന്ത്യ ഡെലിഗേറ്റ് ആയിരുന്നു, എന്റെ അസംബ്ലിയിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പക്ഷേ ഇതെല്ലാം ഞാൻ ഗവൺമെന്റിനെതിരെ ശക്തമായി സമരം ചെയ്ത് എനിക്ക് 10-70ഓളം പോലീസ് കേസുകളുണ്ട്. പക്ഷെ എന്നെ ഒതുക്കണമെങ്കിൽ അവസാനമായി സത്യത്തിൽ സന്ദേശം സിനിമയിൽ കുമാരൻ സാർ എന്ന് പറഞ്ഞ് ശങ്കരാടി ഒരു ക്യാരക്ടർ അവതരിപ്പിക്കുന്നുണ്ട്. ലൈവായി നിൽക്കുന്ന ചെറുപ്പക്കാരെ, നമ്മളത് ഏത് പാർട്ടിക്കാരോ ആയിക്കോട്ടെ, അവരെ ഒതുക്കണമെങ്കിൽ ഒന്നീ കള്ളു കേസിലോ പെണ്ണ് കേസിലോ കഞ്ചാവ് കേസിലോ നമ്മളൊരു ആരോപണം ഉന്നയിച്ച് ഇങ്ങനെ കൊണ്ടുവരണം. അതേ ഒരു ആരോപണവും ഇതുമാണ് ഞാൻ പോലും അറിയാത്ത. നിങ്ങൾ മീഡിയകളിൽ ഒരു ന്യൂസ് കൊടുക്കുമ്പോൾ നോക്കി കൊടുക്കണം. സത്യത്തിൽ മീഡിയകളിലെല്ലാം ബിനോയ് ഷാനൂറിന്റെ വീട്ടിൽ നിന്ന് അത് പിടിച്ച് എന്റെ വീട്ടിൽ നിന്നല്ല, എന്റെ ഗോഡൌണിൽ നിന്നല്ല, എന്റെ വണ്ടിയിൽ നിന്നല്ല, എന്റെ കൂടെ ഉണ്ടായിരുന്ന ഏതോ ഒരു ഡ്രൈവർ ചെയ്തപ്പോൾ അവിടുത്തെ CPM നേതൃത്വവും ഒക്കെ എന്നെ ബിനോയ് ഷാനൂർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയെ ഒതുക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കേസ് ഇട്ട് കൊടുക്കണം. അങ്ങനെ ഒരു കേസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓപ്പറേഷൻ തുഫാൻ വർക്ക് ചെയ്യുന്നത് ഞങ്ങളുടെ ഗവൺമെന്റ്, ഞങ്ങളുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഒക്കെ തന്നെയാണ്. പക്ഷേ ഒരു നേതാവിനെ, ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട നേതാവിനെ പോലും ഒതുക്കാനുള്ള രീതിയിലാകരുതെന്നാണ് ഞാൻ ഉദ്യോഗസ്ഥരോട് പറയുന്നത്. ഉദ്യോഗസ്ഥരോടൊപ്പം ചില രാഷ്ട്രീയക്കാരും കൂടെ നിൽക്കും. ഇപ്പൊ എന്റെ സ്വന്തം അനുഭവം ഞാൻ പറയാം. അതിനോടൊപ്പം തന്നെ അവിടെയുള്ള രാഷ്ട്രീയത്തിലെ വലിയ നേതാക്കന്മാർ, യൂത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞ എന്നെ പോലെയുള്ള ഒരു നേതാവിനെ ഒതുക്കണമെങ്കിൽ സത്യത്തിൽ മനു ജീവിതത്തിൽ ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത ആളാ, ഒരു ആൽക്കഹോളും അഡിക്റ്റോ അത് യൂസ് ചെയ്യാത്ത ആളാ. പക്ഷെ നമ്മൾ FIR എഴുതുമ്പോൾ സ്കൂളിന്റെ മുമ്പിൽ പോയി നിന്ന് കച്ചവടം ചെയ്യാനെന്നൊക്കെ പറയുമ്പോഴേ അതൊക്കെ മാനസികമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ തൂഫാനൊക്കെ നല്ലതാണ്, അതിനെയൊക്കെ നമ്മൾ 2 കൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഈ ഉപയോഗവും വിൽപ്പനയും നടന്നത് കഴിഞ്ഞ 10 വർഷമാണെന്ന് കൃത്യമായി പറയാം. അതിൽ എന്നെ പോലുള്ള ഒരുപാട് നിരപരാധികൾക്കെതിരെ കള്ളക്കേസെടുത്ത് രാഷ്ട്രീയമായി ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വീണ്ടും ആ കുമാരൻ സാർ എന്ന് പറഞ്ഞ സന്ദേശം സിനിമയിലെ അതേപോലെയുള്ള ക്യാരക്ടർമാർ ഉള്ളത് കൊണ്ടാണ് എന്നെ കണക്കുള്ള ആളുകളെയൊക്കെ കള്ളക്കേസിൽ കൊടുക്കുന്നത്. അപ്പോഴും ഞാൻ ഗവൺമെന്റിനോടും അന്വേഷണ ഉദ്യോഗസ്ഥരോടും പറഞ്ഞു, അന്നത്തെ മുഖ്യമന്ത്രിക്കും ഞാൻ പരാതി കൊടുത്തു. ഒരാളുടെ പശ്ചാത്തലം അന്വേഷിക്കണ്ടേ? അയാൾക്ക് മുമ്പ് ഇതുപോലുള്ള കേസുണ്ടോന്ന് അന്വേഷിക്കണം, അയാളുടെ പശ്ചാത്തലം എന്താന്ന് അന്വേഷിക്കണം. ഞാൻ എന്റെ നാട്ടിൽ വലിയൊരു കുടുംബത്തിലുള്ള ഒരു ആളാണ്. അപ്പോ ഇത് വിറ്റ് കിട്ടുന്ന 5000 10,000 കൊണ്ടുപയോഗിക്കേണ്ട ആളല്ല. ഞാൻ എന്റെ പൊതുപ്രവർത്തനം തുടങ്ങിയ നാളിന്ന് വരെ എന്റെ സമ്പത്തും എന്റെ പ്രോപ്പർട്ടികളും ഒക്കെ വിറ്റ് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അന്ന് നമ്മളെവിടെങ്കിലും ഒരു പരിപാടി ചെന്ന് നിൽക്കുമ്പോൾ കോടതിയിലെത്തിയപ്പോൾ ഈ കേസിന് എന്ത് സംഭവിച്ചു? കോടതിയിൽ ഈ കേസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഞാൻ അന്നത്തെ ഇത് മനുഷ്യാവകാശ കമ്മീഷനും മുഖ്യമന്ത്രിക്കും
പിന്നെ പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനും അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് എല്ലാവർക്കും ഞാനത് പരാതി കൊടുത്തു. കോടതി കേസ് കോടതിയിൽ നിൽക്കുന്നു. ഒരു തെളിവും അതിനകത്തില്ല. എന്റെ ഒരു പേര് മാത്രം പരാമർശിക്കപ്പെടുന്നു, ബിനോയ് ഷാർ. എന്റെ ഡ്രൈവർ, ഞാൻ പോലും അറിയാത്ത പുതിയതായിട്ട് എടുത്ത ഒരു ഡ്രൈവർ അങ്ങനെ ചെയ്യുന്നവർക്ക് ബിനോയ് ഷാനൂർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്കുമ്പോൾ അത് മാനസികമായി നമ്മൾ ഈ സമരങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ ഇപ്പോഴും ചില ഇടതുപക്ഷ മാധ്യമങ്ങളുണ്ടല്ലോ, ഇപ്പോഴും നമ്മൾ ഇങ്ങനെ ആളാണെന്ന് പറഞ്ഞ് അത് ഉൾക്കൊള്ളിക്കുന്നു. അതൊക്കെ വ്യക്തിഹത്യയാണ്. സത്യത്തിൽ വ്യക്തിഹത്യയല്ല. ഇത് ഉപയോഗിക്കുന്നവരെയും വിൽക്കുന്നവരെയും പിടിക്കാൻ ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ കൂട്ടുനിൽക്കും. ഇതിന്റെ ഈ മദ്യവിരുദ്ധ സമിതിയുടെ എല്ലാ കമ്മിറ്റികൾക്കും പരിപാടികൾക്കൊക്കെ നമ്മൾ പോവാറുള്ള ഒരാളാണ്. അപ്പൊ ഒരാളെ കുറിച്ച് ഒരു പരിസരത്തെങ്കിലും വന്ന് ഒന്ന് അന്വേഷിക്കണ്ടേ? ഈ ന്യൂസുകൾ കൊടുക്കുമ്പോഴായാലും ഇതായാലും ന്യൂസില് സ്വാഭാവികമായി സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ പോലീസ് ഒരു FIR ഇട്ടാൽ ആ FIR ഇട്ടു എന്ന തരത്തിലാണ് വാർത്ത വരുന്നത്. ഇങ്ങനെ ഒരു കേസ് നമ്മളും പ്രതി എന്ന് തന്നെയാണ് പറയുന്നത്, കുറ്റവാളി എന്നല്ല പറയുന്നത്. അങ്ങനെയല്ലേ നമുക്ക് ചെയ്യാൻ സ്വാഭാവികമായി കഴിയുള്ളൂ. ഇപ്പം നമ്മൾ ഓരോ കേസിൽ പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പ്രതി ചേർക്കുകയോ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ വീട്ടിൽ ചെന്ന് ഓരോരുത്തരെ അങ്ങനെ അന്വേഷിച്ച് പോകൽ എളുപ്പമല്ല. സ്വാഭാവികമായി പോലീസ് ഒരു വാർത്ത, ഒരു കുറിപ്പായിട്ട് തരുന്നു, ഇന്ന ആളുകളെ പിടികൂടി. ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായും ഇത്ര ആളുകളെ പിടിച്ചതിൻ്റെ കണക്കുകളും പോലീസ് അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ തരും. അപ്പോൾ നമ്മൾ ഓരോ ഉത്തരേന്ത്യക്കാരനെ അന്വേഷിച്ച് പോകാറില്ല. പോലീസ് പിടിച്ചു, അവരെ പ്രതികൾ, ഇന്ന കേസിൽ ഇന്ന സംഭവിച്ചു, പിടിച്ചു, ഇതാണ് പ്രതികൾ. ഇനി നിരപരാധികളായി അവർ വരുമ്പോൾ അവരെ വിട്ടു എന്ന് നമ്മൾ വാർത്ത കൊടുക്കുക. അങ്ങനെ ചെയ്യാൻ സാധാരണ ഇതിനകത്ത് ഞാൻ അനുഭവിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് മനസ്സിലായി അങ്ങയുടെ വിഷമം. നമ്മൾ ഇതിനകത്ത് ഇതൊക്കെ നാട്ടിന് ആപത്താണ്, ഇതൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആള് പോലും അല്ല. ഒന്നുകിൽ ഞാനൊരു അങ്ങനെ ഒരു ഉപയോഗിക്കുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ കച്ചവടം ചെയ്യുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ കച്ചവടം ചെയ്ത ആളുടെ വണ്ടിയിലെങ്കിലും കയറിപ്പോൾ ആളായിരിക്കണം. മനസ്സിലായോ മനു? ഞാനിത് പറയുന്നത് ഇങ്ങനെയുള്ളവരെ പിടിക്കുക തന്നെ വേണം, അവർക്ക് കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കണം. പക്ഷേ ഒരു രാഷ്ട്രീയ നേതാവിനെ ഒതുക്കുവാൻ, രാഷ്ട്രീയ നേതാവ് ചെറുതാവട്ടെ വലുതാവട്ടെ, ഒതുക്കുവാൻ വേണ്ടി ഏത് ഉദ്യോഗസ്ഥനായാലും ഏത് രാഷ്ട്രീയക്കാരനായാലും അതിന് കൂട്ടുനിൽക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇത് നല്ലത് തന്നെയാണ്. ഓപ്പറേഷൻ തുഫാന് 2 കൈ നീട്ടി സ്വീകരിക്കുന്നുണ്ട്. നമ്മളിതുള്ള ഞാൻ ഇതിന്റെ പല പഠന ക്ലാസ്സുകൾക്കും പോയി ക്ലാസ് എടുക്കുന്ന ആളുണ്ട്. പക്ഷേ ഒരു ഉദയം ചെയ്ത് താരോദയം ചെയ്ത് വരുന്ന ഒരു നേതാവിനെ ഒതുക്കാൻ ഇതുപോലെയുള്ള കേസുകളിൽ ഉൾപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരും 2 പ്രാവശ്യം ആലോചിക്കണം. ഒരുത്തനെ തിരക്കി ചെല്ലുമ്പോഴും അവൻ പ്രതിയാണെന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം ആലോചിക്കണം. ഞാൻ കോടതിയോടും പറഞ്ഞല്ലോ, എന്റെ പശ്ചാത്തലം, എന്റെ കുടുംബ പശ്ചാത്തലം, എന്റെ വീട്ടിലെ പശ്ചാത്തലം. ഞങ്ങൾ അവിടുത്തെ ഉള്ള വലിയൊരു ഫാമിലി, 10-12 ഡോക്ടേഴ്സ് ഒക്കെ വീട്ടിലുള്ള ഒരു ഫാമിലിയിലുള്ള ഒരാളാണ്. ഞാൻ മാത്രമാണ് പൊതുപ്രവർത്തകൻ, എന്റെ ചേട്ടനും. അപ്പോൾ വ്യക്തമാണ്. ഏതായാലും എനിക്ക് തോന്നുന്നു താങ്കൾക്ക് അത് വിശദീകരിക്കാനുള്ള സാവകാശം കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും അങ്ങനെ ആളുകളെ പെടുത്താതെ കൃത്യമായ ഒരു അന്വേഷണം നടത്തി കുറ്റപത്രങ്ങളൊക്കെ നൽകുന്ന ഒരു രീതി വരട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. ഏതായാലും മുരളീധരൻ പറയുന്നത് ഞാൻ മണിമലയ്ക്ക് ഈയിടെ അവതാരകൻ തിരിച്ചടി കൊടുക്കുന്നു. അതല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, ഞാൻ പലപ്പോഴും ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളെ ഭയങ്കര ഭീകരമായി എതിർക്കുന്ന ഒരാളാണ്. കാരണം അതിൻ്റെ ആ ഒരു ഭീകരമായ ദൃശ്യം പലപ്പോഴും പോയി കാണുകയും റിപ്പോർട്ട് ചെയ്യേണ്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു തവണ ഇതുപോലെ 2 CPM പ്രവർത്തകരെ കൊല ചെയ്യുന്ന ഒരു സ്ഥലത്തിരുന്നു. അപ്പോൾ അവിടെ ആ കൊല ചെയ്ത ആളുകൾക്ക് ഏതാണ്ട് ഈ പാർട്ടിയോടൊക്കെ അടുപ്പമുണ്ടെന്നാണ് അന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ അവരെയൊക്കെ പുറത്താക്കി, അത് വേറെ കാര്യം. പക്ഷേ ഈ ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് നിൽക്കുന്നത് അതിനെ മയക്കുമരുന്നിനെ അനുകൂലിക്കുന്ന ആളുകളും എതിർക്കുന്ന ആളുകളും തമ്മിൽ ഏറ്റുമുട്ടുകയും അതിനെ എതിർക്കുന്ന ആളുകളെ റോട്ടിലിട്ട് വെട്ടിക്കൊല്ലുകയൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ കേരളം എത്രമാത്രം ഭീകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് പോയതെന്ന് ഞാൻ അങ്ങനെ ഓർക്കുകയാണ്. ഇത് ഒന്നിലധികം സ്ഥലങ്ങളിൽ ഞാനിത് കാണുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തു. ഈ പോലീസിൻ്റെ ഈ നടപടിക്ക് അത് ഫലപ്രാപ്തിയിലെത്തുമോ? സംസ്ഥാനത്തെ ലഹരി കച്ചവടം കുറയ്ക്കാൻ ഇതിന് കഴിയുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ 81% ആളുകളും ഈ ഓപ്പറേഷൻ തൂഫാനെ പിന്തുണയ്ക്കുകയും ഇത് ലഹരി കച്ചവടം കുറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലഹരിക്കെതിരായ ഈ യുദ്ധം പോലീസിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല. അധ്യാപകരും സാമൂഹിക സംഘടനകളും പ്രാദേശിക കൂട്ടായ്മകളും ഒക്കെ കൈകോർത്താണ് ഈ പോരാട്ടം നടത്തേണ്ടത്. ന്യൂസ് 18 അത്തരം ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. 2025 എഗെയിൻസ്റ്റ് ഡ്രഗ് എന്ന ക്യാമ്പയിൻ നമ്മൾ 4 കേന്ദ്രങ്ങളിലായി നടത്തി. 2026 സമാനമായി കോളേജ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ച് മയക്കുമരുന്നിനെതിരെ
വലിയൊരു ബോധവൽക്കരണ പരിപാടി ന്യൂസ് 18 പദ്ധതിയിടുന്നു. അങ്ങനെ ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമുക്ക് നൽകാനാകില്ല, ഒരു വിട്ടുവീഴ്ചയ്ക്കും നമുക്ക് ഇട കൊടുക്കാൻ ആകില്ല. നമ്മുടെ അടുത്ത തലമുറയെ ലഹരിയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കുക എന്നത് ഒരു നിയമപാലന ദൗത്യം മാത്രമല്ല, അത് സമൂഹം എന്ന നിലയിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വമാണ്. ഈ പോരാട്ടത്തിൽ നമുക്ക് ജയിച്ചേ മതിയാകൂ. ഇന്നത്തെ ഈ പൊതുവേദി ഇവിടെ സമാപിക്കുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.